പ്രൈസ് ദ ലോർഡ്, 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 പ്രൈസ് ദ ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. നാം ദൈവത്തിന് എത്രമാത്രം സ്തോത്രം പറഞ്ഞാലും മതിയാകത്തില്ല. അതുപോലെ നമ്മൾ സ്തോത്രത്തിനകത്ത് കിടന്ന് ഉരുളണം. നിങ്ങൾ എപ്പോഴെങ്കിലും ഗുലാബ് ജമൂൻ കഴിച്ചിട്ടുണ്ടോ? നല്ലതാണ് കഴിക്കാനല്ലേ. നിങ്ങളുടെ വീട്ടിൽ വരുവാണെങ്കിൽ എനിക്ക് തരാൻ കൊള്ളാവുന്ന നല്ലൊരു ഡെസേർട്ടല്ല ഡിസേർട്ട് ഗുലാബ് ജമൂനാണ്. ഐസ്ക്രീമും വലിയ ഇഷ്ടമാണ്, പക്ഷേ കുറച്ചൊക്കെ കഴിക്കുന്നുള്ളൂ. കാരണം എൻ്റെ മധ്യപ്രദേശ് ഇങ്ങനെ പൊങ്ങി വരുന്നത് നിർത്തണമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഗുലാബ് ജമുൻ അതെങ്ങനെയാണ് ഗുലാബ് ജമുന് അങ്ങനെ രുചിയുള്ളതായെന്നറിയാമോ? അതുണ്ടാക്കുമ്പോൾ അതിന് രുചിയൊന്നുമില്ല, പക്ഷേ അത് പഞ്ചസാര ലായനിക്കകത്ത് ഇട്ട് വെച്ചേക്കും. ഏറെ നേരം പഞ്ചസാര മുഴുവൻ അത് പിടിച്ചെടുക്കുമ്പോൾ അതിന് മധുരമുള്ളതായിത്തീരുന്നു. നമ്മളും ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ജീവിക്കണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു കോളുകളൊക്കെ ഉണ്ടാക്കട്ടെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ സന്ദേശത്തോടെ തുടങ്ങുന്നു. ഒരു ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ പോവാണ്. ഓരോരുത്തരും മോക്ക് ഭയങ്കര ഛർദിൽ, ഭയങ്കര ഛർദിൽ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഛർദിൽ. അമ്മ പറഞ്ഞ് ഞാനിപ്പോൾ വരാം. അവരെളുപ്പം കാർ എടുത്തുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിന് അവിടെ ചെന്ന് കാർ അവിടെ നിർത്തി അകത്ത് ചെന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ടൊന്ന് വെളി വന്നപ്പോഴാണ് ഓർക്കുന്നത്, താക്കോലകത്ത കാർ ലോക്കായിപ്പോയി, തുറക്കാൻ വയ്യ. അവരിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അതിനപ്പുറത്തൊരു ചെറിയൊരു പിക്കപ്പ് വാൻ വന്നങ്ങ് നിന്നോ. തലമുടി നീട്ടി, താടിയൊക്കെ വളർത്തി, ഒരു വിരൂപമായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇറങ്ങി. വിരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനത്ര ഇതൊന്നുമല്ല. അവൻ്റെ ജീൻസൊക്കെ കണ്ടാലേ അറിയാം കഴുകിയിട്ട് ഒത്തിരി നാളായെന്ന്. ആ ചെറുപ്പക്കാരന് ഇതൊന്ന് തുറന്നു തരാമോ? അവൻ പറഞ്ഞു ഞാൻ തുറന്നു തരാം. അവൻ എളുപ്പം ഇങ്ങോട്ട് വന്ന ഒരു ഹാങ്ങർ എടുത്തു, വെറുതെ കെട്ടും അങ്ങ് തുറന്നു. 2 മിനിറ്റിനകത്ത് തുറന്നു. അവർ പറഞ്ഞു അയ്യോ എന്തൊരു കാര്യം, ദൈവമായിട്ട് അയച്ചതായി ഈ നല്ല മനുഷ്യനെ കേട്ടോ, നീ നല്ല മനുഷ്യനാണ്. അയാൾ പറഞ്ഞു ഞാൻ അത്ര നല്ല മനുഷ്യനൊന്നുമല്ല, ഞാനിപ്പോൾ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിക്കപ്പ് വാനും മോഷ്ടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ ജോലി ആളുകളുടെ കാറ് മോഷ്ടിച്ചുകൊണ്ട് പോയി വിൽക്കുന്നതാണ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അയ്യോ ദൈവം ഒരു എക്സ്പെർട്ടിനെയാണല്ലോ അയച്ചത് അല്ലേ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിധത്തിലായിരിക്കത്തില്ല, ഏതെങ്കിലുമൊക്കെ ഒരു എക്സ്പെർട്ടിനെ അയക്കും. എനിക്ക് ഓർമ്മ വരുന്നു, ഞാനും ലില്ലിയും കൂടെ ഒരിക്കൽ പട്ടാൻകോട്ടേക്ക് പഞ്ചാബിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ഞങ്ങൾ ട്രെയിനിനകത്ത് കയറി ഇറങ്ങി. നിങ്ങളിത് വിശ്വസിക്കത്തില്ല ഈ കഥ. എവിടെ ചെന്ന് ജലന്ധറിലെങ്ങാണ്ട് ചെന്ന് ഇറങ്ങി. പിന്നെ ഇനിയൊന്ന് ട്രെയിൻ മാറാൻ നേരം എൻ്റെ കയ്യിൽ തിരിച്ച് ആവശ്യത്തിനുള്ള പൈസ എൻ്റെ കുറവാണ്. കുറച്ച് നാളേ ആയുള്ളൂ കേട്ടോ, ഒരു 25 വർഷമായി കാണും. ഇറങ്ങിക്കഴിഞ്ഞുകൊണ്ട് അവിടെ TTR എനിക്ക് കുറച്ച് രൂപ തന്നു. അയാൾ അബദ്ധത്തിൽ തന്നതാണ് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചു എൻ്റെ പൈസ ഇല്ലാത്തപ്പോൾ എൻ്റെ ദൈവം എനിക്ക് തന്നതാണെന്ന്. ചിലപ്പോൾ തരുന്നത് ഒരു അവിശ്വാസിയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു മന്ത്രവാദിയിലൂടെ ആയിരിക്കാം. നമ്മൾ സൂക്ഷിച്ചു വേണം ആരുടെയും നിന്നൊക്കെ പൈസ വാങ്ങിക്കുന്നത് കേട്ടോ, അല്ലേ. അത് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ 2 സന്ദേശം പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നും. ഒന്ന്, മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് 3 ശത്രുക്കളുണ്ട്. 1 ദുഷ്ടാത്മാവ്, 2 രോഗം. ഇതാ 3-ാമത്തെ ശത്രുവിനെ പറ്റി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകം എടുക്കാം. ഹല്ലേലൂയ. 1 ദുഷ്ടാത്മാവ്, 2 രോഗം, 3 മരണം. അതാണ് നമ്മുടെ അവസാനത്തെ ശത്രു. ഇന്നത്തെ എൻ്റെ വിഷയം, നിൻ്റെ അവസാനത്തെ ശത്രുവിൻ്റെ മേലും നിനക്ക് ജയമുണ്ട്. നിൻ്റെ അവസാനത്തെ ശത്രുവിൻ്റെ മേലും. 21-ാം അധ്യായം മർക്കോസ് 5:21. യേശു വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയെത്തി കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. യേശു എവിടെയെങ്കിലുമൊക്കെ ഉണ്ടപ്പോൾ ഹല്ലേലൂയ ആളുകൾ വരും. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മർക്കോസ് 5:21. യേശു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങളുടെ സഭയിലുണ്ടെങ്കിൽ, നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളൊരു സാധാരണ വിശ്വാസിയായിരിക്കാം, യേശു നിങ്ങളുടെ വീട്ടിലുണ്ടെന്നറിയാമെങ്കിൽ ആളുകൾ വരും, ആവശ്യക്കാർ വരും. ആർക്കെങ്കിലും ഭൂതം കയറിയിരിക്കുമ്പോൾ വരും. നിങ്ങളൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിൽ, സ്ത്രീയാണെങ്കിൽ, നിങ്ങളെ അന്വേഷിച്ച് ആളുകൾ വരും. എല്ലാവരും വരണമെന്നില്ല, പക്ഷെ വരും. വലിയ ആളുകൾ വരെ വരും. ഉദാഹരണത്തിനായിട്ട് പോകുന്നില്ല. ഹല്ലേലൂയ. അവിടെ വന്നു. അതിനായിട്ട് യേശു എത്തി. എവിടെ എത്തി? കഫർന്നഹൂമിലെത്തി. കഫർന്നഹൂം എന്ന് പറയുന്നത് യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഹെഡ്ക്വാർട്ടറാണ്. ജനിച്ചതും വളർന്നതും ഒക്കെ വേറൊരു സ്ഥലത്ത്. നമുക്കെല്ലാവർക്കും, ഞാൻ ജനിച്ചത് കേരളത്തിലാണ്, പക്ഷേ ഞാൻ പണ്ട് താമസിച്ചിരുന്നത് കട്രായിലാണ്. അതെൻ്റെ പ്രവർത്തനത്തിൻ്റെ ഹെഡ്ക്വാർട്ടറായിരുന്നു. അവിടെ താമസിച്ചുകൊണ്ടാണ് 4 വർഷത്ത് ഞാൻ സുവിശേഷം പ്രസംഗിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ പത്താംകോട്ടായിരുന്നു, പിന്നെ പഞ്ചാബിലും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ. പിന്നീട് ഞാൻ ഡൽഹിയിലേക്ക് മാറി. ഇപ്പോൾ എൻ്റെ താമസം ഡൽഹിയിലാണ്. അതുപോലെ യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഹെഡ്ക്വാർട്ടറായിരുന്നു. അവിടെയെല്ലാം വലിയ പുരുഷാരം വന്നുകൂടി. 22-ാമത്തെ വാക്യം, വലിയ പുരുഷാരം.
ഈ പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുവൻ വന്നു, അവനെ കണ്ടു കാൽക്കൽ വീണു. നമ്മൾ വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ആരാണ് യായിറോസ്? യായിറോസ് എന്ന് പറയുന്നത് വലിയൊരു മാന്യനായ മനുഷ്യനാണ്. അവനെ കണ്ടു അവൻ്റെ കാൽക്കൽ വീണു. അവൻ യഹൂദ പ്രമാണികൾ. അവൻ അവിടെ വന്നെന്നറിയാമെങ്കിൽ അവൻ്റെ സ്ഥാനം പോകും, അവൻ്റെ ജോലി പോകും. പക്ഷെ അവൻ വിചാരിച്ചു ഒന്നാലും വേണ്ടിയില്ല, എനിക്കൊരത്ഭുതം വേണം. പലർക്കും യേശുവിൻ്റെ അടുക്കൽ വരാൻ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് കേട്ടോ. കർത്താവെ, എൻ്റെ മീറ്റിങ്ങിന് വരാത്തവർ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ അത്ഭുതം നടക്കല്ലേ എന്ന്. സമാനമല്ല. കാരണം ഒത്തിരി പേർക്ക് ഇങ്ങോട്ട് വരാൻ മനസ്സില്ല, അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥിക്കണം. ഒരിക്കൽ ഞാൻ പ്രസംഗം ചെറിയപ്പോൾ ഒരാൾ എൻ്റെ പറയാം, ആണ്ട വീട്ടിൽ ഏത്തക്കാപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അവൾ ഭാര്യ നോക്കി ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല. കാരണം എനിക്ക് വേറെ ഒന്ന് രണ്ട് അയ്യോ ഏത്തക്കാപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഏതാ വലിയ അത്യാവശ്യം? ഒരാൾ മരിച്ചു, അവരുടെ വീട്ടിൽ പോകുന്നതോ? വേറൊരാൾ രോഗിയായിട്ട് ഏതാണ് അത്യാവശ്യം? ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. വാസ്തവത്തിൽ എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്. കർത്താവേ, ആരുടെയെങ്കിലും എന്നെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കരുതേ, യോഗത്തിന് വരുന്നു. അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത് കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നവരെ എല്ലാവരെയും സൗഖ്യമാക്കി. ഇങ്ങോട്ട് വരാൻ നിവർത്തിയില്ലാത്തവരെയാണ് കർത്താവ് വാക്കുകൊണ്ട് സൗഖ്യമാക്കിയത്. ഹല്ലേലൂയ. അവൻ വന്നു. അവൻ്റെ കസേര പോയാലും വേണ്ടിയില്ല, എനിക്കൊരത്ഭുതം വേണം. അവൻ പകലാണ് വന്നത്. നിക്കോദിമോസ് വന്നത് രാത്രിയിലാണ്. അതിന് വേറെ കാരണമുണ്ട്. ഈ മനുഷ്യൻ വിചാരിച്ചു എന്തൊക്കെയാണേലും ശരി, എൻ്റെ ജോലി പോയാലും വേണ്ടിയില്ല, എൻ്റെ സ്ഥാനമാനം പോയാലും വേണ്ടിയില്ല, ഞാനും നീയും യേശുവിൻ്റെ അടുക്കൽ വരണം. അവനെ കണ്ടു, അവൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ ഡ്രസ്സ് കണ്ടപ്പോൾ ആളുകളൊക്കെ മാറിക്കൊടുത്തു കാണും. കാരണം അവൻ പള്ളിപ്രമാണിയാണ്. ആളുകളൊക്കെ മാറിക്കൊടുത്തു കാണും. പക്ഷേ അവൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൻ്റെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ചിട്ട്, അവൻ്റെ സ്ഥാനമഹിമയൊക്കെ മാറ്റിവെച്ചിട്ട്, ചിലർക്ക് അവരുടെ സ്ഥാനത്തെപ്പറ്റി വലിയ മഹിമയാണ്, അവരുടെ പണത്തെപ്പറ്റി വലിയ മഹിമയാണ്. ഹല്ലേലൂയ. ഒരാൾ ഒരു വീട്ടിലാണ് ഞാനവിടെ. അതിനിപ്പുറത്ത് റോഡാണ്. അതിനിപ്പുറത്ത് വേറൊരാളൊരു വലിയ ഒരാളുണ്ട്, അയാൾക്ക് വലിയ ഓഫീസൊക്കെ ഉണ്ട്. അയാൾ വേറൊരാളെ പറഞ്ഞു, ഈ ഒരു ദിവസം അവിടെ വന്നിട്ട് എൻ്റെ വീട്ടിലോട്ട് കയറിയില്ലല്ലോ, ഞാൻ തന്നെ കയറണം, ഒന്നെന്തോ അത്യാവശ്യം അല്ല അറിയാമെന്ന് ചോദിക്കാം. ഞാൻ അഹങ്കാരിയല്ല. എനിക്ക് പാവപ്പെട്ടവരുടെ വീട്ടിൽ പോകുന്ന വലിയ ഇഷ്ടമാണ്, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ പോകുന്ന വലിയ ഇഷ്ടമാണ്. പക്ഷേ അഹങ്കാരികളുടെ വീട്ടിലോട്ട് പോകണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. നിങ്ങൾ പണം കരുത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ മാനം, നിങ്ങൾ കളക്ടറായിരിക്കാം, മുഖ്യമന്ത്രി ആയിരിക്കാം, പ്രധാനമന്ത്രി ആയിരിക്കാം, ആരോ ആയിക്കൊള്ളട്ടെ, പക്ഷെ നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ വരാൻ, ചർച്ചിൽ പോകാൻ, അവിടെ ചെന്നിട്ട് മുമ്പിൽ മുട്ടുന്നത്. ഞാൻ കൊല്ലത്തായിരിക്കുന്ന സമയത്ത്, കൊല്ലത്ത് എൻ്റെ കൊച്ചുനാളിൽ പോകും, എൻ്റെ അമ്മാച്ചനുണ്ടായിരുന്നു കൊല്ലത്ത്. അപ്പോൾ അതിനടുക്കലാണ് അന്നത്തെ മന്ത്രിയായിരുന്ന TM വർഗീസ്. പഴയ കാലത്തെ മന്ത്രിയായിരുന്നു. എന്നാണ് ഞാൻ കൊച്ചനാണ്. അദ്ദേഹം അവിടുത്തെ മർത്തോമപ്പള്ളിയിലെ മെമ്പറാണ്. അദ്ദേഹം എപ്പോഴും ചെന്നിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. ഇതിനറിയാം, കുഞ്ഞുങ്ങളെ നേരെ ഇരുത്താൻ എളിമയുള്ളൊരു മനുഷ്യനെ ഞാൻ അദ്ദേഹത്തെ അന്ന് കണ്ടു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയും, നിങ്ങളൊരു എളിമയുള്ള മനുഷ്യനായിരിക്കണം. വേറെ ആളുകളെപ്പറ്റി എനിക്ക് പറയാനൊക്കെ എത്ര വലിയ സ്ഥാനത്തായിരുന്നാലും എളിമയുള്ളതായിട്ടുള്ള മനുഷ്യൻ. ഞാനൊരിക്കൽ ആഫ്രിക്കയിലെ സാംബിയ എന്ന് പറഞ്ഞ രാജ്യത്ത് പോയി. അവിടുത്തെ പ്രസിഡൻറ്റ് എന്നെ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. എൻ്റെയൊക്കെ പറഞ്ഞു, അദ്ദേഹം പടിയിൽ നിന്ന് താഴെ വീണു. അന്ന് ഇവിടുത്തെ എല്ല് പൊട്ടിപ്പോയി. അന്നേരമാണ് അവരുടെ പാസ്റ്റർ ചീമ ഒരു ലേഡിയാണ്, അവരോട് ചെന്നു. അപ്പോൾ എൻ്റെ ഒരു പുസ്തകം കൊടുത്തു. ചീമ എന്നെ കണ്ടും വെച്ച് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ 4-5 പുസ്തകം കൊടുത്താണ്, അത്ഭുതങ്ങളുടെ താക്കോൽ ഇംഗ്ലീഷിനകത്ത്. അത് ഈ പ്രസിഡൻറ്റിന് കൊടുത്തു. പ്രസിഡൻറ്റിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യമായി, എൻ്റെ ദേശത്ത് വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ ചെന്നു. ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വെച്ച് അദ്ദേഹം എനിക്ക് സമയം തന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം, പാലസ് എന്നാണ് പറയുന്നത്, പ്രസിഡൻറ്റ് പാലസ്. ഞാൻ അവിടെ ചെന്നു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ചുമന്ന കാർപ്പ്, എനിക്ക് നിറം വരെ ഓർമ്മയുണ്ട്, അവിടെ മുട്ടുകുത്തി. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങൾക്ക് എത്ര വലിയ പണമുണ്ടെങ്കിലും, നിങ്ങളുടെ കാർ എത്ര വലുതാണെങ്കിലും, നിങ്ങളുടെ സ്ഥാനം എത്ര വലുതാണെങ്കിലും, നിങ്ങളുടെ ജോലി എത്ര വലുതാണെങ്കിലും, നിങ്ങൾ എളിമയുള്ള മനുഷ്യനായിരിക്കണം. വേദപുസ്തകം 4-6 വാക്യം, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. നിഗളികളോട് എതിർത്ത് നോക്കുന്നു. നിങ്ങൾ നിഗളിയാകരുത്, അഹങ്കാരിയാകരുത്. നിങ്ങളുടെ പണത്തിൻ്റെ, നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ, നിങ്ങളുടെ ജോലിയുടെ, നിങ്ങളുടെ പ്രതാപത്തിൻ്റെ അഹങ്കാരിയായി തീരരുത് കേട്ടോ. എളിമയുള്ളവരുടെ കൃപ നിൽക്കുന്നു. 10 വാക്യം, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. നിങ്ങൾ സ്വയം ഉയരാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ചിലപ്പോൾ ഇച്ചിരി അഹങ്കാരം വരും. എനിക്കും വന്നിട്ടുണ്ട്.
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് എന്നെ ഉടനെ തന്നെ ഒരാഴ്ചക്കകത്ത് തന്നെ എന്നെ കുറച്ച് നേരെയാക്കിയിട്ടുണ്ട്. എനിക്കറിയാം. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിക്കാം. കർത്താവിൻ്റെ സന്നിധികൾ താഴുകയും എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധി അവൻ നിങ്ങളെ ഉയർത്തും. നമുക്കടുത്തേക്ക് പോകാം. 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. എൻ്റെ കുഞ്ഞുമകൾ മരിക്കാറായിരിക്കുന്നു. ആ പള്ളിപ്രമാണി വന്നിട്ട് പറയുകയാണ്, എന്ന് പറഞ്ഞാൽ അവരുടെ ബിഷപ്പ്, യഹൂദന്മാരുടെ ബിഷപ്പ് വന്നിട്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞുമകൾ മരിക്കാറായിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. എളിമയുള്ളൊരു മനുഷ്യനും. അവന് വേദപുസ്തകം അറിയാമായിരുന്നു. എന്താ തെളിവ്? വളരെ അപേക്ഷിച്ചു. യെരമ്യാവിൻ്റെ പുസ്തകം, വേദപുസ്തകം അറിയാമായിരുന്നു. യഹൂദ പ്രമാണിയാണ്, പള്ളി പ്രമാണിയാണ്. യെരമ്യാവിൻ്റെ പുസ്തകം നിങ്ങൾക്കറിയാമോ? ഒരു ചോദ്യം ചോദിക്കാൻ പോവാ. ദൈവത്തിൻ്റെ ഫോൺ നമ്പർ അറിയാമോ? ദൈവത്തിൻ്റെ ഒരു ഫോൺ നമ്പറുണ്ട്, 333. അതാണ് ദൈവത്തിൻ്റെ ഫോൺ നമ്പർ. ഒന്ന് ഞെക്കി നോക്കണം കേട്ടോ, നിങ്ങളുടെ ഫോണിനകത്ത് കിട്ടത്തില്ല. യെരമ്യാവിൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വാക്യം. എന്നെ വിളിച്ചപേക്ഷിക്കാം. 3:3 ഓർത്തിരിക്കണം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. വിളിച്ചപേക്ഷിക്കുക, ഉത്തരമരുളും. നിനക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളെയൊക്കെ അവൻ നിനക്ക് പറഞ്ഞു തരും. അവന് വിശ്വാസം ഉണ്ടായിരുന്നു. എന്താണ്? അവന് വേദപുസ്തകം അറിയാമായിരുന്നു. നിങ്ങൾക്ക് വേദപുസ്തകം അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ മക്കൾക്ക് വേദപുസ്തകം അറിഞ്ഞിരിക്കണം കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഒരു കുറച്ചേറെ പണമല്ല, 2-3 കോടി രൂപയല്ല, ഒരു MBBS MS ഡിഗ്രിയോ അല്ല, അമേരിക്കയിലേക്കുള്ള വിസായുമല്ല. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ദൈവത്തിലുള്ള പരിജ്ഞാനം. അവന് വേദപുസ്തകം അറിയാമായിരുന്നു. അവനറിയാമായിരുന്നു ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കൊച്ചന് ജീവൻ വന്നു. 1 രാജാക്കന്മാർ 17-ാം അധ്യായം. അവനറിയാമായിരുന്നു ഏലീശ പ്രാർത്ഥിച്ചപ്പോൾ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യം ഒരു കൊച്ചന് ജീവൻ വന്നു. ഹല്ലേലൂയ. അവൻ കേട്ടിരിക്കും ഈ യേശു ചെയ്തത് എന്തൊക്കെയാണെന്ന്. അത് വേദപുസ്തകത്തിന് അന്നില്ല, പുതിയ ഉണ്ടായിട്ടില്ല. പക്ഷെ അവൻ കേട്ടിരിക്കും. ഹല്ലേലൂയ. എങ്ങനെയാണ് വിശ്വാസം? കേൾവിയാൽ വരുന്നു. നിങ്ങളും കേൾക്കണം. രോഗിയായിരിക്കുന്ന ആൾ എന്തോ വേണം? കേൾക്കണം. ഞാൻ സാധാരണ രോഗികളെ കാണാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളല്ലാത്തവർക്ക്, ഞാൻ മർക്കോസിൻ്റെ സുവിശേഷം കൊടുക്കും. കാരണം അതിനകത്ത് മുഴുവൻ അത്ഭുതങ്ങളാണ്. എന്നാൽ ഒരു പണ്ഡിതനായ അക്രൈസ്തവൻ്റെ ഒരു ഹിന്ദു ആണെങ്കിൽ ഞാൻ യോഹന്നാൻ്റെ സുവിശേഷ പ്രതി കൊടുക്കും. കാരണം അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഹല്ലേലൂയ. അവൻ കേട്ടിരിക്കാം, ഈ യഹൂദ പ്രമാണി കേട്ടിരിക്കാം. ഹല്ലേലൂയ. 1-ാമത്തെ കാര്യം, 7 കാര്യം അവൻ കേട്ടിരിക്കാം. 1-ാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. പത്രോസിൻ്റെ അമ്മായിയമ്മ യേശു സൗഖ്യമാക്കി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കും. 33-ാമത്തെ വാക്യം. വ്യാധിക്കാരെയും അവൻ സൗഖ്യമാക്കി. അങ്ങനെയാണെങ്കിൽ എൻ്റെ മകളെയും സൗഖ്യമാക്കും. 34-ാമത്തെ വാക്യം. അവൻ ഭൂതങ്ങളെ പുറത്താക്കി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും സൗഖ്യമാക്കും. 40-ാമത്തെ വാക്യം. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും സൗഖ്യമാക്കും. 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. പക്ഷപാതക്കാരനെ 4 ആളുകൾ ചുമന്നുകൊണ്ട് വന്നു, യേശു അവനെ സുഖമാക്കി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും സൗഖ്യമാക്കി തീർക്കും. 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു, കർത്താവ് പറഞ്ഞപ്പോൾ കൈ നിവർന്നു വന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും സൗഖ്യമാക്കും. 13-ാമത്തെ വാക്യം. അശുദ്ധാത്മാക്കളെ പുറത്താക്കി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും സൗഖ്യമാക്കും. 4-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം. വലിയ ചുഴലിക്കാറ്റ് വന്നു, ചുഴലി വന്നു പോയി, തിരികെ പോയെങ്കിൽ എൻ്റെ കുഞ്ഞിനും വന്ന ഈ അസുഖത്തെ മാറ്റിയിട്ട് എൻ്റെ കുഞ്ഞ് പൂർവ്വസ്ഥിതിയിലായി തീരുവാൻ തക്കവണ്ണം സാധിക്കും. അവൻ കേട്ടു. അവൻ ഇവിടെ ഇതേവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ അപേക്ഷിക്കുക. എങ്ങനെ? മറ്റേത് കേട്ട് 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 വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആദ്യകാലം മുതൽ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. എൻ്റെ പാസ്റ്റർക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ, ഞാൻ അദ്ദേഹത്തെക്കാൾ വലിയ ആളാണെന്നും പറയില്ല കേട്ടോ, അദ്ദേഹത്തെ പോലൊരു മഹാനെ ഞാൻ ഇതുവരെ വാസ്തവത്തിൽ കണ്ടിട്ടില്ല കേട്ടോ, അത്രയ്ക്കൊരു മഹാനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും ഇല്ലാതെ ഇരുന്ന ചില വിശ്വാസമൊക്കെ ആദ്യകാലം മുതൽ എനിക്ക് കർത്താവ് തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് വേറെ ആർക്കും ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് മനസ്സുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയെല്ലാം പല ക്രിസ്തീയ സംഘടനകൾ വിതരണം ചെയ്തും വെച്ച് ഒരൊറ്റ രൂപ പോലും കയ്യിലില്ലാതെ ഞാൻ ബസ് കയറിയത്. ഹല്ലേലൂയ. വേറെ ആർക്കും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഭൂമിക്കകത്ത് കയറി നിന്നുകൊണ്ട് 50 പൈസ കുഴിച്ചിട്ടും വെച്ചത് എനിക്ക് തരണമെന്ന് പറഞ്ഞു. എൻ്റെ പാസ്റ്റർ ചെയ്തിട്ടില്ല. വേറെ ആരും ചെയ്തിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറഞ്ഞു, വേറെ ആർക്കും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യവും ചോദിക്കുവാൻ നിനക്ക് കൃപയുണ്ടാകട്ടെ. അവൻ വന്ന് പറഞ്ഞു, എൻ്റെ മകളുടെ മേൽ കൈ വയ്ക്കണം. ഹല്ലേലൂയ. പുതിയ പരീക്ഷണം യേശുവിന് ഇഷ്ടമാണ്. എഴുതിയെടുക്കാം. പുതിയ പരീക്ഷണം ദൈവത്തിന് ഇഷ്ടമാണ്. നിങ്ങളൊരു പരീക്ഷണം നടത്തണം. ഹല്ലേലൂയ. നിങ്ങളൊരു പരീക്ഷണം നടത്തണം. എന്നെ ബോംബെയിൽ ഇൻ്റർവ്യൂ ചെയ്തൊരു പാസ്റ്റർ എൻ്റെ ഇങ്ങനെ പറഞ്ഞു, വർഗീസ് ബ്രദറെ, ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നു, മീറ്റിംഗ് കഴിയുമ്പോൾ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ താക്കോല് കാണുന്നില്ല. അയ്യോ, അതങ്ങ് പോയി, ഇനി എന്തോ ചെയ്യും? അന്നേരമാണ് ഞാൻ ഓർത്തത്, വർഗീസ് ബ്രദർ ട്രെയിനിനകത്ത് കയറി മഹാരാഷ്ട്രയിൽ,
കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് താക്കോല് കാണുന്നില്ല, സൂട്ട് കേസ് പൂട്ടിയതാണ്. ബ്രദർ അവിടെ നിന്നുണ്ടെന്ന് പ്രാർത്ഥിച്ചു. താക്കോലെടുത്ത് കഴിഞ്ഞും വെച്ച് താക്കോലില്ലാത്ത ആ താഴെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ താഴെ പൊട്ടി എൻ്റെ കൈ വീണു. YALE എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനിക്കാരുടെ താഴ് എൻ്റെ കയ്യിൽ പൊട്ടി വീണു. അദ്ദേഹം അത് ഓർത്ത് വെച്ച് പറഞ്ഞു, PG വർഗീസിന് വേണ്ടി ദൈവം ചെയ്തെങ്കിൽ എനിക്ക് വേണ്ടിയും ചെയ്യും. അദ്ദേഹം വേറൊരു താക്കോൽ വെച്ച ആ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടായി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ എത്ര പ്രാവശ്യം നോക്കിയിട്ട് നോക്കുന്നില്ല. ഹല്ലേലൂയ. അത്യാവശ്യ സമയത്ത് നിനക്ക് കേട്ട് വരുമ്പോൾ വേറൊരാളുടെ അത്ഭുതങ്ങളെപ്പറ്റി അത്ഭുതം നിന്നുപോയെന്ന് പറയുന്നതല്ല, അങ്ങനെയുള്ള പ്രസംഗം കേൾക്കരുത് കേട്ടോ. അത്ഭുതത്തിൻ്റെ കാലം നിന്നുപോയെന്ന് പറയുന്നത് കേൾക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ കേട്ടു വന്നു കഴിഞ്ഞപ്പോൾ അവന് വിശ്വാസമുണ്ടായി. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു പരീക്ഷണം ചെയ്യുവാൻ അദ്ദേഹം ചോദിച്ചു. മത്തായി 21:22, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും. ഇത് പറയുമ്പോൾ ഒരാൾ പറഞ്ഞു, PG വർഗീസ് എന്താ കഷണ്ടി തലേ കുറച്ച് മുടി കളിക്കാനുണ്ടാകും. ഇതുകൊണ്ട് എന്ത് ഒരൊറ്റ പേനില്ല, താരണമില്ല, വെളിച്ചെണ്ണ കുറച്ച് മതി. ഞാനിതൊന്നുമല്ല പറഞ്ഞു. എനിക്ക് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും ഞാൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ എൻ്റെ ദൈവം തരും. എനിക്കൊരു ബട്ടൺ കിട്ടിയത്, എനിക്കൊരു മുട്ടുസൂചി കിട്ടിയത്, എത്രയോ കഥകൾ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ കാര്യം സാധിച്ചു തരും. 24-ാമത്തെ വാക്യം വായിക്കട്ടെ. അവനോടുകൂടെ പോയി, ചോദിച്ചവൻ്റെ ഒക്കെ പോയി, വിളിച്ചവൻ്റെ കൂടെ പോയി. യേശുവിനെ നിങ്ങളും വിളിക്കാമെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിലേക്ക്, നിങ്ങളുടെ ആശുപത്രിയിലേക്ക്, നിങ്ങളുടെ ഓഫീസിലേക്ക്, എവിടേക്ക് വിളിക്കാമെങ്കിൽ അവൻ വരും. വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. പുരുഷാരത്തിനിടയ്ക്ക് ഒരു വിശ്വാസി. നിങ്ങളുടെ നാട്ടിൽ ഏക വിശ്വാസം നിങ്ങളായിരിക്കാം. നിങ്ങളുടെ സഭയിൽ മറ്റാർക്കും ഇല്ലാത്തതായിട്ടുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ കൂടെ വരും കേട്ടോ. ഹല്ലേലൂയ. 24-ാമത്തെ വാക്യം ഞാൻ വായിച്ചല്ലോ അല്ലേ. അവനോട് പോയി വലിയ പുരുഷാരം മുന്നേ അവനെ തിക്കിക്കൊണ്ടിരുന്നു, പക്ഷേ അവന് കാര്യം സാധിച്ചു കിട്ടി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി അവൻ കാര്യം സാധിക്കും. നീ ചോദിക്കാമെങ്കിൽ കിട്ടും കേട്ടോ. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം ചെയ്യണം, എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ വീട് ഒരുക്കിയിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിനകത്ത് കള്ളുകുപ്പി ഉണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളയണം. ഞാൻ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഞാൻ ഒരിക്കൽ ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കൊച്ചു ജനലിൽ കൂടെ നോക്കുമ്പോൾ PG, ഞാൻ പറയാതെ കയറി ചെന്നാൽ കേട്ടോ, വേറെ അടുത്തോട്ട് പോകുമ്പോൾ അങ്ങോട്ടൊന്ന് കയറിയതാണ്. അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു, PG വർഗീസ് പിന്നെ PG വർഗീസ് അവിടെ കയറി വരുന്നത്. അപ്പോൾ മറ്റേഴും വന്ന് നോക്കി കേട്ടോ, 2 ചേട്ടത്തി അനിയത്തും വന്നു. ശരിയാ PG വർഗീസ്, തല കണ്ടാൽ അറിയാമല്ലോ PG വർഗീസാന്ന് പറഞ്ഞു. അന്ന് എനിക്ക് കുറച്ചുകൂടെ മുടിയുണ്ടെങ്കിലും മുടി പോയി. ശരിയാ PG വർഗീസാണ്. ഞാനകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു കലണ്ടർ തിരിച്ചിട്ടിരിക്കുന്നു. ഞാൻ യാത്ര പറഞ്ഞു വന്നേരം ഞാൻ കലണ്ടർ നേരെയാക്കി. അതൊക്കെ പറഞ്ഞു, അയ്യോ അങ്കിളിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ കലണ്ടർ തിരിച്ചിട്ടാണ്, കാരണം അതിനകത്തൊരു കാണാൻ കൊള്ളാത്ത സീനറി ഉള്ള ഒരു പെണ്ണിൻ്റെ പടമാണ്. അതുകൊണ്ട് PG വർഗീസിൽ നിങ്ങൾക്ക് ഒളിക്കാൻ സാധിക്കും. എൻ്റെ യേശു വന്നാൽ, യേശു അവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ കലണ്ടർ പാടുണ്ടോ? അങ്ങനെയുള്ള ഒരു കള്ളുകുപ്പി പാടുണ്ടോ? ഞാൻ ചോദിക്കാം, അങ്ങനെയുള്ള കള്ളുകുപ്പി ഉണ്ടോ? അല്ലേ? അന്യദൈവങ്ങളുടെ രൂപമുണ്ടെങ്കിൽ, ഒരു മന്ത്രച്ചരടുണ്ടെങ്കിൽ, ഒരു സിഗരറ്റിൻ്റെ ആഷ്ട്രേ, ചില വീട്ടിൽ ചെല്ലുമ്പോൾ ആഷ്ട്രേ വെച്ചിരിക്കുന്നത് കാണാം. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ആഷ്ട്രേ വെക്കരുത്. നിങ്ങളുടെ വീട്ടിലാരും ഒന്നിനും സിഗരറ്റ് വലിക്കാൻ സമ്മതിക്കരുത്. ചിലപ്പോൾ ഒരു വലിയ ഓഫീസറായിരിക്കും, പറയണം, ക്ഷമിക്കണേ, ഞങ്ങളുടെ ഈ വീട്ടിൽ സിഗരറ്റ് വലിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ക്ഷമിക്കണമേ. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ യേശു വരണമില്ല. അതുകൊണ്ട് നിങ്ങൾ വീട് ശുദ്ധീകരിക്കണം. എന്നിട്ട് വേണം യേശുവിനെ വിളിക്കാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ വീട് ശുദ്ധീകരിക്കുക. ഇന്നൊരു അഭിപ്രായം പറയുകയാണ് ഞാൻ കേട്ടോ. അഭിപ്രായത്തിൽ ഒരു ഉപദേശം തരികയാണ്. നിങ്ങളുടെ വീടൊന്ന് ശുദ്ധീകരിച്ചാട്ടെ, 4 വശത്തൊന്ന് നോക്കിയാട്ടെ. യേശുവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട് ശുദ്ധീകരിക്കുക. എന്നിട്ട് എളിമയോടെ കർത്താവിനോട് വരണമേ. വിശ്വാസത്തോടെ പറയുക. വിശ്വാസത്തോടെ 35-ാമത്തെ വാക്യം പിന്നീട് തുടരുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിൻ്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്ന എന്തിനു പറഞ്ഞു. നീ കർത്താവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും നിന്നെ തടസ്സം പറയും, പലരും നിന്നെ നിരുത്സാഹപ്പെടുത്തുവാൻ നോക്കും, പലരും നിന്നെ നിരാശപ്പെടുത്തുവാൻ നോക്കും, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും. ഒരിക്കലും അപ്പനും മോനും കൂടെ എന്നെ കാണാൻ വന്നു. അപ്പൻ പറഞ്ഞു, ഈ കൊച്ചൻ ചൊവ്വിന് പഠിക്കുന്നില്ല കേട്ടോ, പരീക്ഷയ്ക്ക് ഇനി 1 മാസമേ ഉള്ളൂ, ബ്രദർ അവനൊന്ന് ഉപദേശിച്ചവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ പ്രാർത്ഥിച്ചാൽ എല്ലാവരും ജയിക്കുമെങ്കിൽ ഉള്ള ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ പോയിട്ട് ഞാൻ എല്ലാവരുടെയും തലയ്ക്ക് വെച്ച് അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു. അല്ല, നടക്കത്തില്ല. നീ കഠിനാധ്വാനം ചെയ്യണം കേട്ടോ. നീ കഠിനാധ്വാനം ചെയ്യാമെങ്കിൽ നിന്നെ ദൈവം സുഖമായിട്ട് പാസ്സാക്കും. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. അവിടെ വേറൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ വന്നല്ല, വേറൊരാളിരിക്കുക. നടക്കത്തില്ല, ഇനി 1 മാസമേ ഉള്ളൂ, പഠിച്ചാലും ജയിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഷട്ടപ്പ്. അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറയരുത് കേട്ടോ, അതാ പറഞ്ഞില്ല, ഇൻഡയറക്റ്റാണ്. ഷട്ടപ്പ്,
പറയരുത്. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നിന്നോടും പറയും. ഇത് നടക്കത്തില്ലെന്ന് പറയും, ഇതൊക്കത്തില്ലെന്ന് പറയും. പഴയ കാലത്ത് നടന്നെന്ന് വരും. അല്ലെങ്കിൽ അവർക്ക് ചിലർക്ക് പ്രത്യേകിച്ച് ചില കൃപാവരങ്ങളുള്ളവരുണ്ട്, അവർക്ക് മാത്രമേ. ഹല്ലേലൂയ. നിരാശപ്പെടുത്തുന്നവർ പറയുന്നു നീ കേൾക്കരുത്. ഹല്ലേലൂയ. കൂടെയുള്ള യേശുവിൽ വിശ്വസിക്കുക. അവരിലല്ല വിശ്വസിക്കുന്നത്, അവരുടെ വാക്കിലല്ല വിശ്വസിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുക, അവൻ്റെ റേമായിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. യേശു ക്രിസ്തു ആ രക്തസ്രാവിക്കാരി സ്ത്രീയോട് സംസാരിച്ചിരുന്നുകൊണ്ടായി ഇത്ര താമസിച്ചത്. അല്ലെങ്കിൽ ആ കൊച്ചു മരിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളും വിചാരിക്കും യേശു താമസിച്ചു പോയെന്ന് നമ്മളും വിചാരിക്കാം. ഇറ്റ് ഈസ് ടു ലേറ്റ് എന്ന് വിചാരിച്ചേക്കാം. ഹല്ലേലൂയ. ഇനിയും പറയുന്നത് കേട്ടെ, യേശു ആരാണ്? ദൈവമാണ്. ദൈവത്തിന് എന്താണ്? അവന് സമയപരിമിതിയില്ല, ദൂരപരിമിതിയില്ല. ഹല്ലേലൂയ. അവൻ ആരാണെന്നറിയാം? അവൻ വാച്ച് തിരിച്ചോടിക്കുന്നവനാണ്. അല്ലേ? നമുക്കറിയാം, യോശുവ പറഞ്ഞു, സൂര്യ നീ അവിടെ നിന്നാട്ട്, ചന്ദ്ര നീ അവിടെ നിന്നാട്ട്. 24 മണിക്കൂർ നിന്നെന്നാണ് വേദപുസ്തകം പറയുന്നത്, അല്ലേ? യെശയ്യാവ് പ്രാർത്ഥിച്ചപ്പോൾ സൂര്യൻ 10 പടി പുറകോട്ട് പോയി. 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 എന്ന് പറഞ്ഞാൽ 1/4 ദിവസം പുറകോട്ട് പോയി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഏകദേശം 1.25 വർഷം. ഒരു പുസ്തകമുണ്ട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങിച്ചാട്ടെ, ചിലപ്പോൾ നോക്കിയാട്ടെ, ആമസോണിലോ വല്ലതും കണ്ടെന്ന് വരാം കേട്ടോ. കിങ്സ് കിഡ്സ്, രാജാവിൻ്റെ മക്കൾ, ഇംഗ്ലീഷിലാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങളത് സമാധാന മാസികത്ത് പ്രസിദ്ധീകരിച്ചു. അമേരിക്കയിലെ നാസായിൽ പരീക്ഷണം നടത്തുന്നവർ കമ്പ്യൂട്ടറിലെല്ലാം കൂടെ പ്രവർത്തിക്കുന്ന 1.25 ദിവസത്തിൻ്റെ വ്യത്യാസം കണ്ടു. ഇതെവിടെ നിന്ന് വന്നു? പിന്നെ നോക്കി, 1.25 ദിവസത്തിൻ്റെ വ്യത്യാസം. അതിന് എഴുതിയിരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുകയാണ്, അതിൽ വീട്ടിൽ ചെന്നിട്ട് ഉറക്കം വരുന്നില്ല. വെല്ലുമിച്ച് ചോദിച്ചു, എന്താ മോനെ നിനക്ക് വലിയ വിഷമം? പറഞ്ഞു, ഇതുപോലാണ് ഞങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് കൊണ്ട് 1.25 വർഷം. വെല്ലുമിച്ച് പറഞ്ഞു, അതിന് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം യോശുവയുടെ സമയത്ത്, 1/4 ദിവസം യെശയ്യാവിൻ്റെ സമയത്ത്, 1.25 അവർ കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്ത് വെച്ചുമ്പോൾ കറക്റ്റായി. നിങ്ങളുടെ കമ്പ്യൂട്ടർ പറഞ്ഞാലും പറഞ്ഞില്ലേലും ഈ വേദപുസ്തകം പറയുന്നത് വിശ്വസിക്കണം കേട്ടോ. നിങ്ങൾ വായിക്കണം. ആ പുസ്തകം കിട്ടുമെങ്കിൽ നോക്കിയാട്ടെ. എൻ്റെ കയ്യിൽ ഇവിടെ ഇല്ല കേട്ടോ, ഞാൻ ബൈബിൾ കോളേജിലും കണ്ട് കൊടുത്തയച്ചു. ഹല്ലേലൂയ. ഞാനൊരിക്കൽ കുവൈറ്റിന് പോവുകയാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് കുവൈറ്റ് പോകണം. ഞാൻ ഇംഗ്ലണ്ടിൽ വന്നു. പല പാസ്റ്റർമാരും എനിക്ക് പല പുസ്തകങ്ങൾ തന്നു, ധാരാളം പുസ്തകങ്ങൾ വന്നു. അന്ന് ഇന്ത്യയിലൊക്കെ പുസ്തകങ്ങളൊക്കെ കിട്ടാനൊക്കെ വലിയ വിലയാണ്. ഇപ്പോഴെല്ലാം വിദേശത്തേക്കാൾ ചിലപ്പോൾ കുറച്ചുകൂടെ വില കുറച്ച് കിട്ടുന്ന ഇന്ത്യയിലാണ്. പക്ഷേ അന്ന് അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ധാരാളം പുസ്തകങ്ങൾ കിട്ടിയതെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ എനിക്ക് ബഹ്റൈനിൽ വരണം. ബഹ്റൈനിൽ വന്നിട്ട് എനിക്ക് കുവൈറ്റിന് പോകണം. ഞാൻ ബഹ്റൈനിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ പ്ലെയിൻ അങ്ങ് പോയി. ഞാൻ അവിടെ എയർപോർട്ടിലിരുന്നു. എത്ര ദിവസമായിരുന്നറിയാം? 24 മണിക്കൂറിരുന്നു. ഞാൻ വിഷമിച്ചു. എൻ്റെ കർത്താവേ, ഇതെന്തൊരു പ്രയാസം. ഞാൻ കുവൈറ്റിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ഷെറട്ടൺ സാമുവൽ ബ്രദറിൻ്റെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇതുപോലാണ് എൻ്റെ പ്ലെയിൻ അങ്ങ് പോയി. ഇനി അടുത്ത പ്ലെയിനിന് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുക. അന്നത്തെ കാലത്ത് വേറെ ടിക്കറ്റ് എടുത്തെങ്കിലേ ഒക്കത്തുള്ളൂ. എൻ്റെ ഈ ദൈവത്തിൻ്റെ കൊണ്ട് പൈസ ഉണ്ടായിരുന്നത് കാരണം ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് കുറച്ച് രൂപയൊക്കെ കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാമതൊരു ടിക്കറ്റ് എടുത്തു, ബഹ്റൈൻ കുവൈറ്റ്. ഞാൻ അവിടെ ഇരിക്കുകയാണ് 24 മണിക്കൂർ. ഞാൻ അവിടെ ബെഞ്ചിൽ കിടന്നുറങ്ങി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ അവിടെ ഒരു പാസ്റ്ററുണ്ട്, CM ജോയ്, ബഹ്റൈനില്ല. അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അദ്ദേഹത്തെ കാണാനായിട്ട് 2 പ്രാവശ്യം വന്നായിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്നു 24 മണിക്കൂർ. ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, നീ എന്തിനാ എന്നെ എയർപോർട്ടിൽ ഇരുത്തിയത്? 24 മണിക്കൂർ താമസിച്ച് കഴിയുമ്പോൾ ഞാൻ കുവൈറ്റ് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ട്രോളിയും തള്ളിക്കൊണ്ട് പോവുകയാണ്. അന്ന് എന്നെ ആരും കണ്ടാലൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. അന്ന് എൻ്റെ ഫോട്ടോയൊന്നും ആരും പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പോഴാണ് ഒരാൾ ഓടി വന്ന് കഴിഞ്ഞ് വെച്ച് നോക്കിയപ്പോഴേ അറിയാം, സീനിയർ ഓഫീസറാണ് എയർപോർട്ടിൽ, മിസ്റ്റർ ചെറിയാൻ, എയർപോർട്ട് മാനേജറാണ്. അതേ ഓടി വന്ന് എൻ്റെ ഇന്ന് ട്രോളി അങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് അദ്ദേഹം പുഷ് ചെയ്തുകൊണ്ട് പോവുകയാണ്. കസ്റ്റംസിൽ ചെന്നു, എൻ്റെ ബാഗൊക്കെ എടുത്തു വെച്ചു. ഇങ്ങനൊന്ന് തുറന്നും വെച്ച് അങ്ങ് അടച്ചു. കാരണം തുറന്നൊന്ന് ക്യാമറയ്ക്കകത്ത് കാണണം. അദ്ദേഹം തിരിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞു, എന്തായാലും ഞാൻ വന്നത് കാര്യമായി, അല്ലെങ്കിൽ ബ്രദറിനെ ഇവിടെ പിടിച്ചു നിർത്തിയായിരുന്നു. ഇത്രയൊക്കെ ക്രിസ്തീയ പുസ്തകങ്ങൾ കൊണ്ടുവന്നില്ലയോ? അപ്പോഴെനിക്ക് അദ്ദേഹമൊക്കെ പറഞ്ഞു, ഞാനിങ്ങോട്ട് ഡ്യൂട്ടിക്ക് വന്നിട്ട് 1 മണിക്കൂറേ ആയുള്ളൂ, നേരത്തെ വന്നിരുന്നേ. എൻ്റെ ആദ്യത്തെ പ്ലെയിൻ മിസ്സായതും ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. നിൻ്റെ ജീവിതത്തിനകത്തും പലതും സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കാം. നിൻ്റെ മോക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ പോയത്, നിൻ്റെ മകൻ്റെ വിവാഹം 1 വർഷം താമസിച്ചു പോയത്, നീ ആഗ്രഹിക്കുന്ന പലതും നിനക്ക് സാധിക്കാതെ പോയത് ഒക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. അവന് സമയമറിയാം. പറയുന്നു വീണ്ടും, ദൈവത്തിന് സമയമറിയാം. ഹല്ലേലൂയ. ദൈവത്തിന് പരിമിതിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ എനിക്ക് അമേരിക്കയിൽ നിന്നൊരു ഫോൺ വന്നു. എവിടുന്നാണ് ഫോൺ വന്നത്? ന്യൂയോർക്കിൽ നിന്ന് ഫോൺ വന്നു. എൻ്റെയൊക്കെ പറഞ്ഞു, ഉപദേശിയാണോ ഈ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ആന്നല്ലോ. എന്നെ അങ്ങനെ വിളിച്ചത്.
പറഞ്ഞു എനിക്ക് എയ്ഡ്സ് രോഗിയാണ്, ഞാനൊരു നേഴ്സാണ്, ഞാൻ കുരുത്തക്കേടൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ഞാനൊരു എയ്ഡ്സ് രോഗികളെ പരിശോധിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് വെച്ച് ഞാൻ സുറിഞ്ചെടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊന്ന് കൊണ്ടു. ഞാൻ പോയിട്ട് സോപ്പിട്ട് കഴുകി. പക്ഷേ ഇപ്പോൾ ഞാൻ ഇൻഷുറൻസ് എടുക്കാനുണ്ട്. അമേരിക്കയിലൊക്കെ അങ്ങനെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എയ്ഡ്സ് രോഗത്തിന് പരിശോധിക്കണം. നോക്കിയപ്പോഴാണ് ഞാൻ എയ്ഡ്സ് രോഗിയാണെന്ന് പറഞ്ഞു. അങ്കളെ അല്ല ഉപദേശി, ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ എയ്ഡ്സ് രോഗിയായിട്ട് മരിച്ചാൽ എൻ്റെ ഭർത്താവിന് കിട്ടുമത്. മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെ പിന്നെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ഉപദേശി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ചോദിച്ചു എൻ്റെ ഫോൺ നമ്പർ ഇവിടെ നിന്ന് കിട്ടി. എൻ്റെ ഒരു കസിൻ സിസ്റ്ററുണ്ട് ഫിലഡൽഫിയയിൽ, അവർ തന്നതാണ്, എനിക്കറിയാമോളെ. പറഞ്ഞു ഉണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു രക്ഷിക്കപ്പെട്ടാണോ? അങ്ങനെ പറഞ്ഞാൽ എന്തുവാ? ഞാൻ അവൾക്ക് മാനസാന്തരത്തെപ്പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ആ കൊച്ചു പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, ഞാൻ പാപിയാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, നീ ഇന്നു മുതൽ എൻ്റെ ദൈവം, ഇന്നു മുതൽ നീ എൻ്റെ രക്ഷകൻ, ഞാൻ നിനക്കായിട്ട് ജീവിക്കും, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഞാൻ പറഞ്ഞു കുഞ്ഞെ, നീ ദൈവത്തിൻ്റെ പൈതലായി. യോഹന്നാൻ 1:12. അതുകൊണ്ട് നീ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ കർത്താവ് നിന്നെ സൗഖ്യമാക്കും. ഏത് ആശുപത്രിയിലാണോ നീ എയ്ഡ്സ് രോഗിയാണെന്ന് പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ഞാൻ ആ എയ്ഡ്സ് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ആ രോഗത്തെ ഫൽസിച്ച് പ്രാർത്ഥിച്ചു, അവളെ വിട്ട് മാറിപ്പോവുക. എന്നിട്ട് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എടുത്താട്ടെ. വെള്ളം എടുത്തു, ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. അവൾ പിടിച്ചിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചു, അവർക്ക് കുടിച്ചാട്ടെ, ഇത് മരുന്നായിട്ട് പോട്ടെ, നിൻ്റെ ശരീരം മുഴുവൻ ക്ലീൻ ആവട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഏത് ആശുപത്രിയാണോ നീ രോഗിയാണെന്ന് പറഞ്ഞത്, അതേ ആശുപത്രിയിൽ 1 മാസം കഴിഞ്ഞ് ചേരണം. എന്നിട്ട് ഇതിനെ പരിശോധിച്ചിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. കുറേ നാളുകൾ കഴിഞ്ഞു, 1-2 മാസം കഴിഞ്ഞു. മാസം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കും. ഞാൻ എപ്പോഴും യാത്രയാണ്. വീട്ടിൽ വന്ന് ഫോൺ വിളിക്കുന്ന സമയത്ത് പിന്നെയും ഫോൺ വന്നു. ഒരു പെങ്കൊച്ചു കരച്ചിലാണ്. ആരാ ഇത്? ന്യൂയോർക്കിൽ നിന്ന് ഇന്നാരാക്കാരെയും. ഞാൻ പറഞ്ഞു കുഞ്ഞെ വിഷമിക്കണ്ട കേട്ടോ, സാരമില്ല, ദൈവം ചിലപ്പോൾ താമസിച്ചെന്ന് വരാം, പക്ഷേ ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവം നിന്നെ സുഖമാക്കും, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്, ദൈവം നിന്നെ സുഖമാക്കും. അവൾ പറഞ്ഞു ദൈവം സുഖമാക്കാഞ്ഞത് കൊണ്ടല്ല ഞാൻ കരയുന്നത്, ദൈവം സുഖമാക്കിയത് കൊണ്ടാണ്. പറഞ്ഞു 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളുടെ ഉപദേശിയെ വിളിച്ചായിരുന്നു, ഉപദേശി കിട്ടിയില്ല. ഇപ്പോഴാണ് കിട്ടിയത്. ഞാൻ അതേ ആശുപത്രി പോയി പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നേരത്തെ നോക്കിയത് രക്തമങ്ങാട്ട് മാറിപ്പോയി, നീ എയ്ഡ്സ് രോഗിയല്ല. എൻ്റെ ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് പരിമിതിയില്ല. ഹല്ലേലൂയ. സമയത്തിൻ്റെ പരിമിതിയില്ല, അവന് ദൂരത്തിൻ്റെയും പരിമിതിയില്ല. ഹല്ലേലൂയ. ഇവിടെ യായിറോസ് ആളുകളൊക്കെ കൊച്ചു എത്തുപോയി, അവൻ്റെ ഹൃദയം തുടിച്ചു കാണാം. അവൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് യേശുക്രിസ്തു കണ്ടു. യേശുക്രിസ്തു കണ്ടു, അവൻ്റെ ഹൃദയം തുടിക്കുന്നു. എൻ്റെ കുഞ്ഞു മറ്റുപോയി, എൻ്റെ കുഞ്ഞു മരിച്ചുപോയി. ഹല്ലേലൂയ. നിൻ്റെ ഈ ഹൃദയം തുടിക്കുകയായിരിക്കാം. നിൻ്റെ ഭാര്യയെ ഓർത്ത്, നിൻ്റെ മകളെ ഓർത്ത്, നിൻ്റെ സഭയെ ഓർത്ത്, നിൻ്റെ ബിസിനസ്സിനെ ഓർത്തുകൊണ്ട്, നിൻ്റെ കടഭാരത്തെ ഓർത്തുകൊണ്ട് നിൻ്റെ ഹൃദയം തുടിക്കുകയാണോ? ആരും കാണുന്നില്ലായിരിക്കാം. നിൻ്റെ ഭർത്താവ് കാണുന്നില്ലായിരിക്കാം, നിൻ്റെ ഭാര്യ കാണുന്നില്ലായിരിക്കാം, നിൻ്റെ മാതാപിതാക്കൾ കാണുന്നില്ലായിരിക്കാം, നിൻ്റെ മക്കൾ കാണുന്നില്ലായിരിക്കാം. പക്ഷേ എൻ്റെ കർത്താവ് കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നിന്നെ സൗഖ്യമാക്കുന്നവനായ ദൈവം. 36-ാമത്തെ വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ, ആളുകൾ പറഞ്ഞത് കാര്യമാക്കാതെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യാമെന്ന് പറഞ്ഞു. ഫിയർ നോട്ട്, ഒളി ബിലയോ. എഴുതിയെടുക്കാൻ കൊള്ളാവുന്ന. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിൻ്റെ വിശ്വാസത്തിന് ശക്തിയുണ്ട് കേട്ടോ. ഒള്ളി ബിലീവ്. ഹല്ലേലൂയ. വിശ്വാസത്തിന് മുറവിളിയില്ല, വിശ്വാസത്തിന് ഞരക്കമില്ല, വിശ്വാസത്തിന് ധൈര്യം തരുവാൻ കഴിയും, വിശ്വാസത്തിന് പുഞ്ചിരിക്കുവാൻ കൃപ തരുവാൻ കഴിയും, വിശ്വാസത്തിന് മുൻപോട്ട് നോക്കിയിട്ട് ഇല്ലാത്ത കാര്യങ്ങളെ കാണുവാൻ കഴിയും, വിശ്വാസത്തിന് പരിതസ്ഥിതിയെ നോക്കാതെ മുമ്പോട്ട് നോക്കി പുഞ്ചിരിക്കുവാൻ കഴിയും. 37-ാമത്തെ വാക്യം. പത്രോസും യാക്കോബും യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നപ്പോൾ ആരവാരത്തെയും വളരെ കരഞ്ഞ് വിലപിക്കുന്നവരെയും കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ എല്ലാവരെയും പുറത്താക്കി കേട്ടോ. താഴോട്ട് എഴുതിയിട്ടുണ്ട്, എല്ലാവരെയും പുറത്താക്കി. കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോടുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്നിടത്തേക്ക് ചെന്നു. അപ്പനെയും അമ്മയും എന്തിനാണ് വിളിച്ചുകൊണ്ട് പോയത്? ഒരു പെങ്കൊച്ച. ആളുകൾ ആരെങ്കിലും അപവാദം പറയരുത്. യേശു അവിടെ ചെന്നിട്ട് എന്തോ എടുത്തത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം, ദൈവദാസന്മാർ ശ്രദ്ധിക്കണം, വിശ്വാസികൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്കൊരു സംശയം ഉണ്ടാകത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകരുത്. ഏലിയാവ് യാഗം കഴിക്കാനായിട്ട് നിന്നപ്പോൾ വേദപുസ്തകം പറയുന്നു എല്ലാവർക്കും അടുക്കളോട്ട് വന്നാട്ടെ, കാരണം നിങ്ങൾ എന്നെ അടുത്ത് വന്ന് നോക്കിയാട്ടെ, എന്നെ പരിശോധിച്ചാട്ടെ, നിങ്ങൾക്ക് അടുത്ത് നിന്ന് നോക്കാവുന്നതാണ് എൻ്റെ ജീവിതം. ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാകത്തക്കവണ്ണം യാതൊന്നും ചെയ്യാൻ പാടില്ല. ചില പെൺകുട്ടികൾ എൻ്റെയൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ കഥ അടച്ചിടേണ്ട ആവശ്യം വരും, അവരുടെ വീട്ടിലാണെങ്കിൽ. കാരണം അപ്പുറത്തൊക്കെ ആളുകൾ കാണും. എങ്കിലും ഞാൻ മുഴുവൻ അടയ്ക്കത്തില്ല. കാരണം ആർക്കും ഒരു സംശയം തോന്നരുത്, ആർക്കും ഒരു സംശയം തോന്നരുത്. എനിക്ക് ഓഫീസിൽ പ്രശ്നമൊന്നുമില്ല. കാരണം എൻ്റെ ഓഫീസിൻ്റെ 3 വശത്തും ഗ്ലാസ്സാണ്. അപ്പോൾ 4 വശത്തും മറുവശത്ത് ഭിത്തിയാണ്.
അതിനപ്പുറത്തൊന്നും ആരുമില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ആർക്കും ഒരു സംശയം ഉണ്ടാകുവാൻ അവസരം കൊടുക്കരുത്. ഹല്ലേലൂയ. അവൻ 3 ശിഷ്യന്മാരെയും കൊണ്ടാണ് അകത്ത് പോയി പ്രാർത്ഥിച്ചത്. ആരൊക്കെ വേറെ? യൂദ ആരാന്നറിയാം? ചാർട്ടേഡ് അക്കൗണ്ടൻ്റാ. യൂദായെ വിളിച്ചുകൊണ്ട് പോയില്ല. തോമസ് ആരാണ്? ഇന്ത്യയിലേക്ക് വന്ന മിഷണറി. വേറെ ആരും വരാൻ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള അന്നത്തെ ഒരു രാജ്യമായിരുന്നു, പരിഷ്കാരമില്ലാത്ത ഒരു രാജ്യം. എനിക്കറിയാം, എനിക്ക് ചരിത്രം കുറച്ചൊക്കെ അറിയാം. അവിടത്തേക്ക് വന്ന മനുഷ്യനായിട്ടുള്ള മിഷണറി വീരൻ മത്തായി ആരാണ്? ഗവൺമെൻറ് സീനിയർ സെയിൽ ടാക്സ് ഓഫീസറാണ്. അവരെ ആരെയും വിളിച്ചുകൊണ്ട് പോയില്ല. യേശുക്രിസ്തു നോക്കുന്നത് കുടുംബമഹിമയോ സൗന്ദര്യമോ ഡിഗ്രിയോ അല്ല, പിന്നെയോ അവൻ്റെ അടുത്തിരിക്കുന്നവർ. മത്തായി 13:58. അവരുടെ അവിശ്വാസം നിമിത്തം അവരെ മറ്റുള്ളവരെ കൊണ്ടുപോകാതിരുന്നതിൻ്റെ ഒരു കാരണം അവിടെ കാണുകയാണ്. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല. എവിടെ വിശ്വാസമുള്ളവർ? അവരെ 3 പേരെയും കൊണ്ടുപോയി. അവർ വിശ്വാസത്തിനകത്ത് ഉയർന്ന പടിയിലായിരുന്നു. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, നിൻ്റെ വിശ്വാസം നിനക്ക് വളർത്തിയെടുക്കുവാൻ കഴിയും. എങ്ങനെ? വേദപുസ്തകം പറയുന്നു, വിശ്വാസം കേൾവിയാൽ വരുന്നു. എന്ത് വേണം? ഞാൻ ഇന്നത്ര പ്രസംഗം കേട്ടു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇന്ന് 3-4 പ്രസംഗം ഞാൻ കേട്ടു. ഇന്ന് ധൃതിയുള്ള ദിവസമായിരുന്നു. എനിക്ക് രാവിലെ ഇവിടെ ഓഫീസിൽ വരണം, ഇത് റെക്കോർഡ് ചെയ്യണം. ഹല്ലേലൂയ. എങ്കിലും ഞാൻ 3-4 പ്രസംഗം കേട്ടു. ഇംഗ്ലീഷിനകത്ത് കേട്ടു, മലയാളത്തിനകത്ത് കേട്ടു. ഹല്ലേലൂയ. നിങ്ങളും കേൾക്കണം. വിശ്വാസം കേൾവിയാൽ വരുന്നു. കാരണം നമ്മുടെ മനസ്സിനകത്ത് അവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക, ക്യാൻസറാ അമ്മാവിക്ക് ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ അമ്മാവിയെ സൗഖ്യം. പോട്ടെ, ഭാര്യയ്ക്കാണെന്ന് ഞാൻ ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണല്ലോ സൗഖ്യമാക്കട്ടെ. പക്ഷേ അവിടെ ഒരാൾ മരിച്ചു പോയല്ലോ, ഇവിടെ ഒരാൾ മരിച്ചു പോയല്ലോ, ഇനി എൻ്റെ കാര്യം എന്തോ ആവും. അതുകൊണ്ട് എന്ത് വേണം? അവിശ്വാസം തലപൊക്കാൻ ഇടയാകാത്ത വിധത്തിൽ വിശ്വാസം കേട്ട് ആ വിശ്വാസത്തിൻ്റെ തലയിൽ കയറി കാല് വെച്ചിട്ട് വിശ്വാസത്തിനകത്ത് ഉയരുവാൻ കഴിയണം. ഹല്ലേലൂയ. ഇത് മർക്കോസ് 6:5 പറയുന്നു, ഏതായാലും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ വയറുവേദന മാറി, കൈയുടെ ഈ വേദന മാറി, അല്ലാതെ വലിയ വീര്യപ്രവൃത്തികളൊന്നും നടന്നില്ല. എന്താ കാര്യം? അവിശ്വാസം കാണും. നിങ്ങളുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ അവിശ്വാസത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് അവിശ്വാസത്തിൻ്റെ മേൽ കാല് വെച്ചിട്ട് അതിൻ്റെ മേൽ ജയം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസത്തിൻ്റെ വചനങ്ങൾ കേട്ട് വരുന്ന സമയത്ത് മാത്രമേ സാധിക്കത്തുള്ളൂ. കേൾക്കണം. 38-39 വാക്യങ്ങൾ കൂടെ വായിക്കട്ടെ. ഹല്ലേലൂയ. 38-39 വാക്യങ്ങൾ വായിക്കട്ടെ. പള്ളിപ്രമാണിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആരവാരത്തെയും വളരെ കരഞ്ഞ് വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്ന്, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിനെ? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. വിശ്വാസം സംസാരിക്കുന്നവരെ ആളുകൾ എന്നും പരിഹസിക്കും. എഴുതിയെടുക്കാം. വിശ്വാസം സംസാരിക്കുന്നവരെ ആളുകൾ എന്നും പരിഹസിക്കാം. അന്നും പരിഹസിച്ചു, ഇന്നും പരിഹസിക്കുന്നു. ഹല്ലേലൂയ. കരയുന്നവരെ അവൻ ആശ്വസിപ്പിച്ചു. ഞാനും നീയും ആരായിരിക്കണം? കരയുന്നവരെ ആശ്വസിപ്പിക്കണം. എന്നിട്ട് അവൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? ജീവനുണ്ടെന്നല്ല പറഞ്ഞത്, പിന്നെ എന്തുവാണ്? ഹല്ലേലൂയ. ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അത് കള്ളമാകും. ഹല്ലേലൂയ. മരിച്ചിട്ടില്ല. അവൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുകയായിരുന്നു. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, വേദപുസ്തകം പറയുന്നു, ലെറ്റ് ദ വീക്ക് സേ ഐ ആം സ്ട്രോങ്. മലയാളത്തിൽ ബലഹീനൻ ദുർബലൻ ബലവാനെന്ന് മതിക്കട്ടെ. അങ്ങനല്ല, ദുർബലൻ ബലവാനാണെന്ന് പറയട്ടെ. മതിക്കുകയല്ല, പറയണം. ദുർബലനാണ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമാകും. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും നിങ്ങളെ കള്ളം പറയാൻ പ്രേരിപ്പിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് വിശ്വാസം സംസാരിക്കാനാണ്. എൻ്റെ കൈക്ക് വേദനയുണ്ട്, പക്ഷേ എൻ്റെ കൈയുടെ വേദന മാറിപ്പോകും. എൻ്റെ കഴുത്തിന് വേദനയുണ്ട്, പക്ഷേ എൻ്റെ കഴുത്തിൻ്റെ വേദന മാറിപ്പോകും. എൻ്റെ പേഴ്സിനകത്ത് പൈസ ഇല്ല, പക്ഷേ എൻ്റെ പേഴ്സിനകത്ത് പൈസ വരുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. ഹല്ലേലൂയ. എന്തോ പറഞ്ഞു? അവൾ മരിച്ചിട്ടില്ല. ഒന്നുകൂടെ വായിക്കാം. അവൾ മരിച്ചിട്ടില്ല, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു. അവൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുകയായിരുന്നു കേട്ടോ. അവൻ ശരീരം മരിച്ചു അല്ലേ, പക്ഷേ അവൻ പറയുകയാണ് അതൊരുറക്കമാണ് അല്ലേ. മരണവും ഒരുറക്കമാണ്. കള്ളം പറഞ്ഞില്ല. നിങ്ങൾ ഒരിക്കലും കള്ളം പറയരുത് കേട്ടോ. ഞാൻ ചെറിയ കള്ളം പറയുന്നതിന് പോലും എതിരാണ്. ഹല്ലേലൂയ. ചിലർ പറയും അത്യാവശ്യത്തിന് കള്ളം പറയരുത്. ആ വാക്യം എന്നെ ഒന്ന് കാണിക്കാമോ? നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ കള്ളം പറയരുത്, കള്ളം പറയരുത്. ഞാൻ ഈ കഥ നിങ്ങളുടെ കൂടെ ഒരിക്കൽ പറഞ്ഞതാണ്. എൻ്റെ പേരിൽ ഒരിക്കലൊരു കേസുണ്ടായി. എന്തോ ഇതിൻ്റെ കേസാണെന്ന് എനിക്കറിയത്തില്ല. പുരാടത്തിൻ്റെ കാര്യമാണ് കേട്ടോ. അല്ല, കള്ളക്കണക്കൊന്നും അല്ല കേട്ടോ. അല്ല, എനിക്കറിയാം എന്തിനെയാണ്. ഞാൻ ഇവിടെ കത്തോലിക്കർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ISI, ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്.
അവിടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, വക്കീലന്മാരുടെ മാത്രം. പള്ളിയിലെ അച്ഛന്മാരാണ്, കത്തോലിക്ക അച്ഛന്മാർ. അവർ ഫ്രീ ആയിട്ട് ഉപദേശം തരും. ഞാൻ ഫയലും എല്ലാം എടുത്ത് എൻ്റെ കൂടെ ഒരു ജെയ്സ് വർഗീസ് എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ഓഫീസിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കടവ് ചെന്നു. അവിടെ ചെന്നുമ്പോൾ എനിക്കറിയാവുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ പേര് ചോദിച്ചോ പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇല്ല, വേറൊരാളാണ്. ശരി, വന്നു. അദ്ദേഹം വന്നു കഴിയുമ്പോൾ ഞാൻ കടലാസെല്ലാം കൂടെ കാണിച്ചു. അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, മലയാളിയാണ്, താങ്കൾ ആരാണെന്ന് എനിക്കറിയാം, താങ്കൾ കള്ളം പറയുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഈ കേസ് ഇച്ചിരി കുലുമാല പിടിച്ചതാണ്. കള്ളം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഈ കെട്ടം, ഞാൻ ഈ നിൽക്കുന്ന കെട്ടണം, ഇത് പോയെന്ന് വരും. കാരണം ഇവിടുത്തെ ഇൻകം ടാക്സ് കമ്മീഷണർ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളിതിൻ്റെ കെട്ടിടം വിറ്റിട്ടാണേലും രൂപ പിടിച്ചെടുക്കും. ബാങ്ക് രൂപ ഇല്ല, പക്ഷേ അതിൻ്റെ ഈ കെട്ടിടം വിറ്റ് വെച്ച് ഞങ്ങൾ രൂപ എടുക്കും. അദ്ദേഹത്തിന് അതിനുള്ള അധികാരം ഉണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ആ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കള്ളം പറയുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇവിടെ ഒരു കള്ളം പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ കെട്ടിടം പോകും. ഞാൻ പറഞ്ഞു, എനിക്ക് വേറൊരാളിനെ കൂടെ കാണണം, സെക്കൻഡ് ഒപ്പീനിയൻ. അദ്ദേഹം പോയിട്ട് വേറൊരു അച്ഛനെ പറഞ്ഞയച്ചു. അദ്ദേഹം സുപ്രീം കോർട്ടിലെ വക്കീലാണ്, ഫ്രീ ആണ്, ഡൽഹിയിലുള്ളവരറിഞ്ഞിരുന്നാട്ട്. അദ്ദേഹം വന്നു, ഞാൻ കടലാസെല്ലാം കാണിച്ചു. അവർ തമ്മിൽ സംസാരിക്കത്തില്ല. എന്നിട്ട് എൻ്റെ പറഞ്ഞു, താങ്കൾ ആരാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇത് കണ്ടിട്ട് മനസ്സിലാവും നിങ്ങളൊരു പ്രൊട്ടസ്റ്റന്റിലെ സുവിശേഷ വേലക്കാരനാണെന്ന്. പക്ഷേ എൻ്റെ അഭിപ്രായം പറയാം, ഒരു കള്ളം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിടം പോകും. എന്തോ വേണം? ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് തീരുമാനിക്കാം. ഞാൻ വെളിയിൽ വന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ നടന്നു വരുന്നത്. ജെയ്സ് വർഗീസ് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ വേഗത്തിലാണ് നടക്കുന്നത്, പക്ഷേ എന്നെക്കാളും വേഗത്തിലാണ് ജെയ്സ് വർഗീസ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് നടക്കുകയാണ്. ജെയ്സ് എൻ്റെ കൂടെ നിൽക്കുകയാണ്. ഞാൻ ജെയ്സിൻ്റെ തോളിൽ കൂടെ കൈയിട്ട് വെച്ച് പറഞ്ഞു, ജെയ്സെ, എൻ്റെ കെട്ടിടം പോയാലും ഞാൻ കള്ളം പറയത്തില്ല. വലിയൊരു തീരുമാനമാണ്. 86 ലക്ഷം രൂപയാണ് ഞാൻ ഈ കെട്ടിടം പണിയാനായിട്ട് ചിലവാക്കിയിരിക്കുന്നത്. ഓഫീസാണ്, താഴെ ഗസ്റ്റ് ഹൗസാണ്, താഴെ എനിക്ക് താമസിക്കാനുള്ള വീടാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കെട്ടിടം പോയാലും കള്ളം പറയത്തില്ല. എൻ്റെ കെട്ടിടം പോയോ ഇതുമില്ല, ഞാൻ കള്ളം പറഞ്ഞുമില്ല. ദൈവം എന്നെ രക്ഷിച്ചു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? കള്ളം പറയരുത്, കള്ളം പറയരുത്. ദൈവം നിങ്ങളെ സഹായിക്കും. ഇതാ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24-25 യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവൻ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവാണ് ജീവൻ തരുന്നത്, മരിച്ചവന് ജീവൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെയൊക്കെ ചോദിക്കും, ആരെങ്കിലും ചത്ത് കിടക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കാമോ? യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു. വേറെ അവിടെ എവിടെയൊക്കെ ചിലർ പ്രാർത്ഥിക്കുമ്പം മരിച്ചവർ ഉയർത്തെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ തന്നെ, ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു കേട്ടോ. ഒരിക്കൽ ആലുവായി വെച്ച് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ മരിച്ചു. അപ്പോൾ അവരോടി വന്ന് എൻ്റെയൊക്കെ പറഞ്ഞു. ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു. ബഥേൽ ആശ്രമത്തിൽ ഉയർത്തെഴുന്നേറ്റില്ല. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, എൻ്റെ ശുശ്രൂഷയല്ല മരിച്ചവരെ ഉയർപ്പിക്കാൻ, പക്ഷേ പാപത്തിൽ മരിച്ചവർ. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ആ പെങ്കൊച്ചിനെ എഴുന്നേൽപ്പിച്ചു. 40-ാമത്തെ വാക്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്നിടത്തേക്ക് അടുത്ത് ചെന്നു. ഹല്ലേലൂയ. ഈ 3 പേരും അപ്പനും അമ്മയും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം കേട്ടോ. നമ്മൾ രൂപ എണ്ണുന്ന സമയത്ത്, നമ്മൾ കണക്ക് നോക്കുന്ന സമയത്ത്, ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത്, ഒരു പുരുഷനോട് സംസാരിക്കുന്ന സമയത്ത് ഒക്കെ വളരെ ശ്രദ്ധിച്ച് വേണം. ശത്രുവിന് അപവാദം പറയും. എനിക്ക് ഭയമുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയമുണ്ട്. എന്താണ്, ഞാൻ ഇന്നലെ ഒരു ഡോക്ടറെടുക്കെ സംസാരിക്കുക, ഒരു ഹിന്ദു ഡോക്ടറൊക്കെ സംസാരിക്കാൻ. ഞാൻ പറയും, എനിക്ക് ഭയമുണ്ട്. കാരണം ഞാൻ ചിലരെയൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ എൻ്റെ മുമ്പ് കരയെന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടിപ്പിടിക്കാം. അവരുടെ പ്രായമൊക്കെ നോക്കിയിട്ട് ഒരു വലിയമ്മച്ചിയായിരിക്കാം, ഒരു പ്രായമുള്ള ആൻറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഒരു കൊച്ചായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ആരെങ്കിലുമൊക്കെ ആ ഫോട്ടോ അങ്ങ് മാറ്റി വെച്ച് 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി അവിടെ കണ്ണിങ്ങനെയും കൂടെ ആണെങ്കിൽ എനിക്ക് ഭയമുണ്ടോ? എങ്കിലും നമ്മൾ ഒരിക്കലും പിശാചിന് അവസരം കൊടുക്കരുത് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ അപ്പനും അമ്മയും വെളിയിൽ നിന്നവരെ കൊണ്ടുവന്നു, അവരെ അകത്ത് കൊണ്ടുവന്നു, അവൻ്റെ കൂടെയുള്ളവരെ കൂടെ കൊണ്ടുപോയി. കാരണം അവർക്കും സംശയമൊന്നും ഉണ്ടാകരുത്. ഒറ്റയ്ക്കല്ല പോയത് യേശുക്രിസ്തു, അവൻ 3 പേരുമായിട്ട് ചെന്നു. ഹല്ലേലൂയ. എന്നിട്ട് ആളുകൾ പരിഹസിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ഈ ഉറച്ച വിശ്വാസത്തിന് ഉറപ്പുണ്ടായിരിക്കണം. എൻ്റെ ദൈവം എന്നെ സഹായിക്കും. ചിലരൊക്കെ ചോദിക്കും, ചിലപ്പോൾ നടന്നില്ലെങ്കിൽ ആർക്ക് പോയി? കമ്പനിക്ക് പോയി. എൻ്റെ വാക്ക് അതാണ് കേട്ടോ. ഹല്ലേലൂയ. പോയാൽ ആർക്ക് പോയി? കമ്പനിക്ക് പോയി. എനിക്കെന്തോ നഷ്ടം? ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, മുടന്തർ നടക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നടന്നിട്ടില്ല. ഒരിക്കൽ ഞാൻ സിംഗപ്പൂരിലായിരുന്നു.
എൻ്റെ ആദ്യത്തെ മീറ്റിംഗ്, ചർച്ച് നിറച്ച ആളുണ്ട്, വെളിയിലൂടെ ആളുകൾ ഇരിക്കുകയാണ്. പാസ്റ്റർ തോമസിൻ്റെ ചർച്ചിലാണ്. അവിടെ 2 മലയാളികളാണ് പാസ്റ്റർമാരുള്ളത്. ഒന്ന് പാസ്റ്റർ തോമസും ഒന്ന് പാസ്റ്റർ ജോണിയും. 2 പേരും മലയാളികളാണ്. പക്ഷേ അവരുടെ സഭയിൽ ഒരു മലയാളിയില്ല, ഉള്ളതെല്ലാം ചൈനക്കാരാണ്. പാസ്റ്റർ തോമസിൻ്റെ സഭയിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ ആരാണ്ട് ഒരാളുണ്ട്, ഒരു കണ്ണിന് കാഴ്ച കുറവാണ്, മുമ്പോട്ട് വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഒരാൾ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. എന്തുകൊണ്ട് എനിക്കറിഞ്ഞുകൂടാ. ദൈവം എന്തുകൊണ്ട് എനിക്ക് കാണിച്ചു തന്നോ അതും എനിക്ക് അറിഞ്ഞുകൂടാ. ആ ദൈവത്തിനെ അറിയത്തുള്ളൂ. ഞാൻ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ഒക്കെ ചോദിക്കും. പക്ഷേ എൻ്റെ ജോലിയാണ് ധൈര്യത്തോടെ പ്രസംഗിക്കുക. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കേട്ടാട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരാൾ വിചാരിച്ചു ഒരാൾ പ്രാർത്ഥിക്കാൻ പറ്റും. എന്താ കാര്യം? എനിക്ക് നെഞ്ചിനകത്ത് നല്ല വേദന. ഞാൻ പ്രാർത്ഥിക്കുന്നു, അയാൾ ചത്ത് വീണെന്ന് വിചാരിച്ചു. ഞാൻ എന്തോ എടുക്കും? ഞാൻ മുണ്ടാ കൊടുത്തിരിക്കുന്നു കേട്ടോ. ഞാൻ അയാളുടെ പുറത്തൂടെ കാലപ്പുറത്തോട്ട് വെച്ച് അടുത്ത ആളിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിരാശനാകാതെ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണം പറയാം, പണ്ട് പറഞ്ഞതായിരിക്കാം. 10ാം കോട്ടി ഞാൻ ചെന്നു, പുതുതായിട്ട് ചെന്നതാണ്. ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങി. എൻ്റെ കൂടെ 10, 11, 13 വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ? EJ ജോണി, ഒരു രാധാകൃഷ്ണൻ, നേരണത്തുകാരൻ ഒരു രാധാകൃഷ്ണൻ, മലയാളികൾ EJ ജോണി, അവർ 2 പേര്, പിന്നെ ഒരു ഐസക്ക് പെപ്പരിയാലുണ്ട്. അവരെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അവരെയും കൊണ്ടാണ് വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. കാരണം അവരെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരെ പ്രാക്ടിക്കലാണ് പഠിപ്പിച്ചത്, പിന്നെ തിയറി പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാനും പ്രാക്ടിക്കലായിട്ട് അവരെയും കൊണ്ട് പ്രസംഗിക്കാൻ പോകും, ഓപ്പൺ എയറിന് കൊണ്ടുപോകും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാനൊരു വീട്ടിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്ന് വെച്ച് പറഞ്ഞാൽ എൻ്റെ ഭാര്യ മരിക്കാറായി കിടക്കുന്നു, വന്ന് പ്രാർത്ഥിക്കാം. ഞാൻ വിചാരിച്ചു ഇതാണ് നല്ല അവസരം, വന്നാട്ടെ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ എൻ്റെ കൂടെ ഉള്ളവർക്കാണ് വന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടാട്ടെ. ഞാൻ അവരെ വിളിച്ചുകൊണ്ട് അവിടെ ചെന്നു. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു വെച്ച് ഞാൻ അവിടെ കാലയിലോട്ട് കൈവച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാല് തണുത്തിരിക്കുന്നു. ഞാൻ എൻ്റെ കൊച്ചുനാളിൽ ഒരു ഗോപാലൻ വൈദ്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാല് തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചാവുകയാണെന്നാണ്. അവർ ചാവുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, അന്തിമശ്വാസം വലിച്ചു പോരുന്നു. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചത് എന്തുവാ? ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? അങ്ങനെ പ്രാർത്ഥിച്ചോളൂ ചത്തു. എവിടെയെങ്കിലും ഇനി ആരെങ്കിലും ചാവണമെന്ന് വിചാരം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതിയായിരിക്കും. ഇല്ല, എന്നെ വിളിച്ച ഒരു ഫലിതം പോലെ പറഞ്ഞാണ്. ഞാൻ തിരിച്ചു മീറ്റിംഗ് നടത്തി. അടുത്ത ആഴ്ച അതേ വീട്ടിൽ ഞാൻ മീറ്റിംഗ് നടക്കുമ്പോൾ വേറൊരിടത്ത് വന്ന് പറഞ്ഞു, നിങ്ങളിവിടെ ഡ്രം അടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഭൂതം കയറി. ഞാൻ എന്തോ വേണം? ഞാൻ പറഞ്ഞു വന്നാട്ടെ. അവരെ വിളിച്ചോണ്ട് പോയി. ഭൂതം ഇറങ്ങിപ്പോയി. ഒരിക്കൽ നീ ഫെയിലായെന്ന് വിചാരിച്ചു, ഒരിക്കൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെന്ന് വിചാരിച്ചു, ഒരിക്കൽ നീ പ്രാർത്ഥിക്കുന്നത് പോലെ സംഭവിച്ചില്ലെന്ന് വിചാരിച്ചു നിൻ്റെ വിശ്വാസം വിട്ടുകളയരുത് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ചെന്നിട്ട് മുറി അടച്ചു. വേദപുസ്തകം പറയുന്നു, അടുത്തിരുന്നു, കുട്ടിയുടെ കൈക്ക് പിടിച്ച് ബാലികയെ എഴുന്നേൽക്കുക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു. ബാക്കി എല്ലാവരും വെളിയിലാക്കി വെച്ച് അടച്ചു. ചിലപ്പോൾ നമ്മളും കഥ അടയ്ക്കേണ്ടി വരും. നമ്മുടെ വിശ്വാസത്തിൻ്റെ കഥകല്ല അടയ്ക്കുന്നത്. പിന്നെയോ സംശയിക്കുന്നവരെയും അവിശ്വാസം പറയുന്നത് ഞെല്ലിൽ കൂടെ നോക്കിക്കൊണ്ട് നടക്കത്തില്ല കേട്ടോ, ചുമ്മാതാ. മറ്റുള്ള തോമസ് പറഞ്ഞു, പത്രോസേ ചുമ്മാതാ, ഇത് കണക്കത്തില്ല. അവിശ്വാസികളുടെ മുമ്പാകെ നിന്റെ ജനലടയ്ക്കണം, നിന്റെ കഥ അടയ്ക്കണം. ഹല്ലേലൂയ. വിശ്വാസം പറയുന്നതുമായിട്ട് നിനക്കൊരു കൂട്ടായ്മ വേണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു പറഞ്ഞത്, എനിക്കൊരു കൂട്ടായ്മയുണ്ട്, കൊയ്നോനിയ ഗ്രൂപ്പ്. ചെറിയ കൂട്ടായ്മ എന്ന് അതിൻ്റെ അർത്ഥം. കൊയ്നോനിയ അർത്ഥം ഫെലോഷിപ്പ് എന്നാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ വേദപണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്നത് യേശു ക്രിസ്തുവിന് 12 ശിഷ്യന്മാർ, ആ 12-നകത്തൊരു 3 ശിഷ്യന്മാർ. അപ്പോൾ ഇതുപോലെ അവർ പറയുന്നത് കൂടിപ്പോയ ഒരു 3, 4, 5 പേരുള്ളവരായിരിക്കണം. എനിക്ക് 7 പേരാണ്. ഞാനാണ് ഉണ്ടാക്കിയത് കൊയ്നോനിയ ഗ്രൂപ്പ്. എല്ലാവരും മെഗാ ചർച്ചിലെ പാസ്റ്റേഴ്സാണ്, സകലരും. എന്താ കാര്യം? ഞങ്ങൾ സംസാരിക്കുന്നതെല്ലാം മെഗാ ചർച്ച് ഉണ്ടാക്കുന്നതാണ്. അവരാരും പറയുന്നു, അയ്യോ ഡൽഹി വലിയ പ്രയാസമാണ്, അയ്യോ ഡൽഹിയിൽ ആരും രക്ഷിക്കപ്പെടത്തില്ല കേട്ടോ, അയ്യോ ഡൽഹിയിലെല്ലാവരും വലിയ പ്രയാസമാണ്. അല്ല, എൻ്റെ കൂട്ടായ്മയിലുള്ള മെഗാ ചർച്ചുകാരാണ് മുഴുവൻ. ദൈവം ചെയ്തേർക്കും, ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്, ദൈവം നമ്മളെ സഹായിക്കുന്നവനാണ്. നമ്മുടെ പ്രയാസത്തിൽ നമ്മളെ പുറത്തു കൊണ്ടുവരും, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, നമുക്ക് നല്ല ആരോഗ്യം തരും. ഹല്ലേലൂയ. നിങ്ങളും കഥ അടയ്ക്കണം. സംശയത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നവരിൽ കഥ അടയ്ക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 41-ാമത്തെ വാക്യം, കുട്ടിയുടെ കൈക്ക് പിടിച്ച് ബാലികയെ എഴുന്നേൽക്കുക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്നർത്ഥമുള്ള തലീത്ത കൂമി എന്ന് അവളോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? ചത്ത് കിടക്കുന്ന ശവത്തോട് പറഞ്ഞു, ജീവനില്ലാത്തവരോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് യേശു ഉണ്ടായിരുന്നു, അന്ന് യേശു നേരിട്ട് ചെന്നു. ഇപ്പോൾ നമ്മൾ യേശുവിനുള്ള പിന്നെ ആവശ്യമുള്ളൂ. അന്ന് യേശുവിന് ശരീരത്തിലായിരിക്കും ഒരിടത്തെ പാനൊക്കത്തുള്ളൂ. ഇന്ന് അവൻ ആത്മാവാകയാൽ നമ്മളെവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും, 10,000 പേര് പ്രാർത്ഥിച്ചാലും, 1 കോടി ആളുകൾ പ്രാർത്ഥിച്ചാലും ഒരേ സമയത്ത് അവൻ എല്ലായിടത്തും പ്രവർത്തിക്കുവാൻ കഴിയുമോ?
അവൻ ചെന്നിട്ട് ശവത്തോട് സംസാരിച്ചു. ഹല്ലേലൂയ. എന്ത് സംസാരിച്ചു? എന്ത് നടക്കണമോ അത് പ്രാർത്ഥിച്ചു. ഞാനൊന്ന് വായിക്കട്ടെ, 41-ാമത്തെ. ഹല്ലേലൂയ. ബാലിക എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്നർത്ഥമുള്ള തലീത്ത കൂമി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ടോക്ക് ഫെയ്ത്ത്. വിശ്വാസത്തോട് പറയുക, നിൻ്റെ കൈയോട് കൽപ്പിക്കുക, നിൻ്റെ പേഴ്സണോട് കൽപ്പിക്കുക, നിൻ്റെ ആരോഗ്യത്തോട് കൽപ്പിക്കുക, നിൻ്റെ സഭയോട് കൽപ്പിക്കുക. എത്ര ഉദാഹരണം പറയണം സഭയോട് കൽപ്പിക്കുന്നത്? ഒഴിഞ്ഞു കിടക്കുന്ന കസേരയോട് കൽപ്പിക്കണം കേട്ടോ. നിങ്ങൾ സഭയിൽ പോകുന്നുണ്ടോ? സഭയിൽ ചെന്ന് കഴിയുമ്പോൾ ഒഴിഞ്ഞ കസേര ഉണ്ടെങ്കിൽ ആ കസേര ചെന്ന് കൈ പിടിച്ചിട്ട് പറയണം, അടുത്ത ആഴ്ച ഇവിടെ ആരാൾ വന്നിരിക്കും, ആൾ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഞങ്ങളുടെ ഈ സഭയുടെ നടുത്തൂണായി തരും. പാസ്റ്റർ പറയണം, വിശ്വാസികൾ വേണം, സകലരും പറയണം. ഹല്ലേലൂയ. ഞാൻ പാസ്റ്റർമാരുടെയൊക്കെ പറയട്ടെ, നിങ്ങളുടെ സഭയിൽ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിൽ ഈ ഞായറാഴ്ച ഹല്ലേലൂയ ആളുകളൊക്കെ പറയണം, അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ, നമ്മുടെ എല്ലാ കസേരയും നിറയട്ടെ, ഇനിയും പുതിയ കസേര വാങ്ങിച്ചിടുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് ആളുകൾ പ്ലാറ്റ്ഫോമിന് മാത്രം വന്നിരിക്കട്ടെ. ഹല്ലേലൂയ. എങ്ങും സ്ഥലമില്ലാതെ വരുന്ന സമയത്ത് ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എ ചർച്ച് വിത്തൗട്ട് വാൾസ്. നമുക്ക് പറ്റിയിരിക്കുന്ന വലിയ തകരാറ് അവിടെയാണ്. മെഗാ ചർച്ച് ആഗ്രഹിക്കുന്നവർ ആരൊക്കെ ഉണ്ടോ, ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങളുടെ ചർച്ചിന് ഭിത്തി വരാൻ പാടില്ല. അഥവാ ഭിത്തി ഉണ്ടെങ്കിലും ഭിത്തി ഇടിച്ചിടാവുന്ന വിധത്തിലായിരിക്കണം. അപ്പുറത്തോട്ട് നീട്ടാൻ, ഇപ്പുറത്തോട്ട് നീട്ടാൻ, അപ്പുറത്തോട്ട് നീട്ടുവാൻ, അതുപോലെ ആയിരിക്കണം നിങ്ങൾ ചർച്ച് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ഭിത്തി പണിത് കഴിഞ്ഞാൽ എന്തുവാണ്, ഒരു 300 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചർച്ച് അങ്ങനെ ആയിരിക്കും തുടങ്ങുന്നത്. പക്ഷേ അത് എക്സ്പാൻഡ് ചെയ്യത്തക്കൊണ്ടോ ആയിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ആ ചർച്ചിന് വേണ്ടി വിശ്വാസത്തോടെ പറയണം. ഇവിടെ എല്ലാം ആളുകൾ നിറയും, നിങ്ങളുടെ പ്ലാറ്റ്ഫോമിനകത്ത് വരെ ആളുകൾ നിറയും. ഹല്ലേലൂയ. അവൻ പറഞ്ഞു തലീത്ത കൂമി. അവൻ പറഞ്ഞു ബാല എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ശവമേ എഴുന്നേൽക്കുക എന്നല്ല. ഹല്ലേലൂയ. വിശ്വാസത്തിന് എന്ത് സംഭവിക്കണമോ അത് പറയുക, എന്ത് സംഭവിക്കണമോ അത് പറയുക. നാളെ എന്ത് സംഭവിക്കണമോ അത് പറയണം. ഞങ്ങളുടെ ചർച്ച നിറയും, എൻ്റെ പേഴ്സണകത്ത് രൂപ ഉണ്ടാവും, എൻ്റെ മോള് പഠിച്ചു നല്ല മാർക്ക് വാങ്ങിക്കും. ഹല്ലേലൂയ. അസാധാരണമായിട്ടുള്ള കാര്യം സംഭവിക്കും. പരീക്ഷയുടെ റിസൾട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ, 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും. എനിക്ക് എത്ര ഫോൺ മെസ്സേജ് വരുമെന്നറിയാം. ബ്രദറെ പ്രാർത്ഥിച്ചു, കുഞ്ഞ് പാസ്സാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, പക്ഷേ ബ്രദർ പ്രാർത്ഥിച്ചു, എൻ്റെ മോളെ കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അവൾ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, ഫസ്റ്റ് റാങ്കിൽ പാസ്സായി, ഉയർന്ന മാർക്ക് വാങ്ങിച്ചു. നിങ്ങൾ വിശ്വാസത്തോട് പറയണം, നിങ്ങളുടെ ശരീരത്തോട് പറയണം, നിങ്ങളുടെ പേഴ്സണോട് പറയണം, നിങ്ങളുടെ പുരയിടത്തോട് പറയണം. എനിക്കറിയാവുന്ന ഒരു സ്ഥലം മധ്യപ്രദേശിൽ ഒരു സ്ഥലം മറന്നുപോയി കേട്ടോ. ഞങ്ങളുടെ ഒരു സഭയാണ്. ഹല്ലേലൂയ. ഞാൻ അവിടെ ചെന്ന് എന്നെ കൊണ്ടുപോയി. ആരാ കൊണ്ടുപോയി? കോളി. ക്രിക്കറ്റ് കളിക്കുന്ന കോളിയല്ല, വേറൊരു കോളി ഞങ്ങളുടെ ലീഡറാണ്. അവിടെ ചെന്ന് ചർച്ച് കാണിച്ചു. ഹല്ലേലൂയ. പറഞ്ഞു, അങ്കിളെ ചെറിയ ചർച്ചായിരുന്നു, അങ്കിൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചില്ലയോ? പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വെച്ച് പറഞ്ഞു, ഈ ചർച്ച് വലുതാകാൻ പോവുക. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു, അങ്കിൾ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ചു. ചർച്ച് പെട്ടെന്ന് വലുതാവാൻ തുടങ്ങി. പക്ഷേ വലുതായപ്പോഴാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല. ഞാൻ വിശ്വാസത്തോടൊക്കെ പറഞ്ഞു, കോളി പറഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വാസത്തോടൊക്കെ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ ചെന്നിട്ട് പറഞ്ഞു, നമുക്ക് ഭിത്തിയെ കൈവെക്കാം. ഇവിടെ ഉള്ളവർ അങ്ങോട്ട് ഭിത്തിയെ കൈവച്ചു, അവിടെ ഉള്ളവർ ആ ഭിത്തിയിൽ അങ്ങോട്ട് കൈവച്ചു, പുറകിക്കുന്നുള്ളവർ വെച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരുടെ ചർച്ച് വലുതായി, അവരുടെ ചർച്ച് ബിൽഡിംഗ് വലുതായി. തള്ളി വലുതാക്കിയതല്ല, അവരുടെ കൂടുതൽ പൈസ കിട്ടി. അവർ വലിയ ഏർച്ച കൊടുത്തത് എന്നെ കാണിച്ചു കൊടുത്തതാണ്. നിങ്ങളും സംസാരിക്കണം, നിങ്ങളുടെ വീടിനോട് കൽപ്പിക്കണം, നിങ്ങളുടെ പുരയിടത്തോട് കൽപ്പിക്കണം, നിങ്ങളുടെ കെട്ടിടത്തോട് കൽപ്പിക്കണം, നിങ്ങളുടെ സഭയോട് കൽപ്പിക്കണം. ഹല്ലേലൂയ. അവൻ വിശ്വാസത്തിൽ എന്ത് സംഭവിക്കണമോ അത് പറഞ്ഞു. 42-ാമത്തെ വാക്യം. ബാലിക ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ബാലിക ഉടനെ എഴുന്നേറ്റു. ചിലപ്പോൾ അത്ഭുതം വേഗത്തിൽ നടക്കും, ചിലപ്പോൾ സാവധാനത്തിൽ നടക്കും. നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തുവും ചിലപ്പം പ്രാർത്ഥിച്ചു വെച്ചാൽ സാവധാനത്തിലാണെന്നൊന്നും അങ്ങനെ നടന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു പുസ്തകമുണ്ട്. ഏത് പുസ്തകമാണ്? ബി ഹീൽഡ് ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, യേശു ചിലപ്പോഴൊക്കെ 4 പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടി വന്നു. ചിലപ്പോൾ ഒരിക്കലേ പ്രാർത്ഥിച്ചുള്ളൂ. യേശു ദൈവമായിട്ട് ഭൂമിയിലായിരിക്കുന്ന സമയത്തും ചിലപ്പോൾ 2 പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടി വന്നു, ചിലപ്പോൾ 3 പ്രാവശ്യം പ്രാർത്ഥിക്കും, ചിലപ്പോൾ 1-2 പ്രാവശ്യം 4 പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടി വന്നു. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ മറുപടി കിട്ടും, ചിലപ്പോൾ സാവധാനത്തിലായിരിക്കും. ഞാൻ ഒരിക്കൽ പറഞ്ഞ കഥയാണ് അല്ലേ, ലില്ലിയും പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇവിടെ നിന്നുണ്ട്. ലില്ലിയുടെ ഇടത്ത് കൈ ഫ്രോസൺ ഷോൾഡർ, കൈ പൊക്കാനൊക്കത്തില്ല. കള്ളം പറയുകയല്ല, 30 ഡിഗ്രി കഷ്ടിച്ച് പൊക്കാം. ലില്ലി ആ സമയത്തും പറഞ്ഞു, എൻ്റെ ഭർത്താവ് കൈ പൊത്തുന്നതിൻ്റെ അത്രയും തന്നെ ഞാനും കൈ പൊക്കും, ഒരു ദിവസം കൈ പൊക്കാം. അതൊക്കെ പറഞ്ഞു. ഞാൻ പണ്ട് കൈ പൊക്കിക്കൊണ്ടിരുന്ന അത്രയും പറയും. ദൈവം ലില്ലിയെ സൗഖ്യമാക്കി. ഞാൻ എന്തുമാത്രം കൈവെക്കും, ലില്ലി അത്രയും കൈവെക്കും. അധികമൊന്നും പ്രാർത്ഥിച്ചില്ല, 6 വർഷമേ പ്രാർത്ഥിച്ചുള്ളൂ. നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് താമസിച്ച് മറുപടി കിട്ടിയാലും വിഷമിക്കരുത് കേട്ടോ. ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം
അതിൻ്റെ 4-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം, നിൻ്റെ അത്ഭുതം, ദൈവത്തിൻ്റെ വചനം വരുന്നുണ്ട്, താമസിക്കത്തില്ല കേട്ടോ. താമസിച്ചാലും വരും, അത് വിശ്വസിക്കണം. താമസിച്ചാലും വരും. ഹല്ലേലൂയ. എന്നിട്ട് പറയാം, അവർ വിസ്മയിച്ചു. ഒരു ക്രിയേറ്റീവ് മിറക്കിൾ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് വിശ്വാസം വരും. ഹല്ലേലൂയ. അവിശ്വാസികളെയും വിശ്വസിപ്പിക്കുന്നതാണ് അവിശ്വാസികളെയും വിശ്വസിപ്പിക്കുന്നതാണ് ഒരു ക്രിയേറ്റീവ് മിറക്കിൾ. ബ്രദറുകാരനായ ഒരു സാമുവൽ ഉണ്ടായിരുന്നു. എൻ്റെ വിചാരം സാമുവൽ എന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹം സങ്കീർത്തന പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ വ്യാഖ്യാനമുണ്ട്, എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അദ്ദേഹം ജോൺ ഓസ്റ്റിൻ കോയമ്പത്തൂരിൽ നടത്തിയ മീറ്റിങ്ങിന് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കോട്ടയത്തുണ്ടായിരുന്ന എ ഫിലിപ്പോസ്, ഉദയനക്ഷത്രത്തിൻ്റെ എഡിറ്റർ, അദ്ദേഹം ഉണ്ടായിരുന്നു. ജോൺ ഓസ്റ്റിൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കൊച്ചിൻ്റെ ഒരു കാല് അവരുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. ആ കൊച്ചിൻ്റെ കാല് 90 ഡിഗ്രി ഇടത്തോട്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് നേരെയായി. അദ്ദേഹം പറഞ്ഞു, സാമുവൽ ബ്രദർ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നും അത്ഭുതം നടക്കുമെന്ന് വിശ്വസിച്ചില്ല, പക്ഷേ ഇതൊരു യഥാർത്ഥത്തിൽ മിറക്കിളാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിരീശ്വരവാദിയെപ്പോലും അത്ഭുതപ്പെടുത്തുവാൻ ഒരത്ഭുതത്തിന് കഴിയും. നിരീശ്വരവാദിയെപ്പോലും. 43-ാമത്തെ വാക്യം, ഇത് ആരും അറിയരുതെന്ന് യേശു അവരോട് കർശനമായി കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇതാരും അറിയരുതെന്ന് പറയാൻ കാര്യം? അവൾക്ക് 12 വയസ്സുണ്ട്. ഒത്തിരി പേര് വരും അവളെ കാണാൻ. അവൾ പ്രമാണിയുടെ മോളാണ്. അവളുടെ പ്രൈവസിയെ യേശുക്രിസ്തു ആദരിക്കുകയായിരുന്നു. ഒരു ഉപദേശം കൂടെ തന്നാൽ സ്വീകരിക്കണം. ഞാൻ വൈകിട്ട് 6 മുതൽ 8 വരെ ഫോൺ എടുക്കും. എൻ്റെ ഫോൺ നമ്പർ 0124065716. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഫോൺ എടുക്കും. ഇന്നലെ ഒരു പെൺകുട്ടി എനിക്ക് ഫോൺ ചെയ്ത് വെച്ച് പറഞ്ഞു, അങ്കിളെ ഇവിടെ ജീവിക്കാൻ വലിയ പ്രയാസമാണ്, എൻ്റെ ജോലി പോയി, ഞാൻ തിരികെ വന്നു. ആളുകൾ എന്തെല്ലാം ചോദ്യം ചോദിക്കാമെന്നറിയാം. എന്താ ജോലി പോയെ? നീ എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ? ഇനി എന്നാ പോന്നേ? നിനക്കിനി പാനോക്കോ? ഞാൻ ചോദിക്കും, ഇതൊക്കെ ചോദിച്ചിട്ട് ആ കൊച്ചിനെ വേദനിപ്പിക്കുകയില്ലയോ? കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചു വീട്ടിൽ വന്നു നിന്നാൽ എന്താ പറയുക? എടീ നിന്നെ ഉപേക്ഷിച്ചാണോ? എടീ നീ നിന്നെ കൊണ്ടുപോകാൻ മതി, ഭർത്താവ് ഫോൺ ചെയ്യാറുണ്ട്. ഇതൊക്കെ ചോദിച്ചു എന്താണ്? ഇതൊക്കെ പേഴ്സണൽ കാര്യമാണ്. ആളുകളെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. ചേട്ടാ പ്രാർത്ഥിക്കാനായിട്ട് ചോദിക്കുക. പ്രാർത്ഥിക്കാൻ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരാ, ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താടി കുഞ്ഞുങ്ങളുണ്ടാവാത്തെ? നിൻ്റെ കുഴപ്പമാണോ അതോ ഭർത്താവിൻ്റെ ആണോ? ആശുപത്രി പോയോ? ഏത് ഡോക്ടറെക്കിലാണ് പോയെ? എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു? റിപ്പോർട്ട്. ഇതൊക്കെ ചോദിച്ചിട്ട് അവളെ വേദനിപ്പിക്കുകയാണ്. ഡോണ്ട് ഡു ഇറ്റ് പ്ലീസ്. ഇതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ്. എത്ര രൂപ ശമ്പളം? സാധാരണ ആളുകൾ ചോദിക്കുന്ന, എൻ്റെ കളും ചോദിച്ചിട്ടുണ്ട്, എത്ര രൂപ ശമ്പളം കിട്ടും? ഇത് പേഴ്സണൽ കാര്യമില്ലയോ? എന്തുമാത്രം സമ്പാദ്യമുണ്ട്? ഇതൊക്കെ ചോദിച്ചിട്ട് എന്തുവാ കാര്യം? ഹല്ലേലൂയ. എൻ്റെ യേശുക്രിസ്തു ആരാണെന്നറിയാമോ? അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. അവളുടെ പ്രൈവസിയെ കീപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അതാരോടും പറയരുത് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെല്ലാം വരാനായിട്ടുള്ളൂ. അവൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണം. അവളുടെ ഹെൽത്തിനെ പറ്റി യേശുക്രിസ്തുവിന് ചിന്തയുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൾ കുറച്ചുനാൾ രോഗിയായിട്ട് കിടന്നിട്ട് ക്ഷീണിതയായിരിക്കാം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് നിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ചിന്തയുണ്ട് കേട്ടോ. നിൻ്റെ കയ്യെപ്പറ്റി ചിന്തയുണ്ട് കേട്ടോ. നിൻ്റെ കാലിനെപ്പറ്റി ചിന്തയുണ്ട് കേട്ടോ. നിൻ്റെ നടുവിനെപ്പറ്റി ചിന്തയുണ്ട് കേട്ടോ. മക്കളുണ്ടാകാത്ത നിൻ്റെ വയറിനെപ്പറ്റി ചിന്തയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. യേശുക്രിസ്തു മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ഹല്ലേലൂയ. ഇംഗ്ലീഷിനകത്ത് എഴുതിയിരിക്കുന്നത് ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. നിങ്ങൾ ഇംഗ്ലീഷ് വേദോസ്തം ഉണ്ടോ? മാർജിനകത്ത് നോട്ടുള്ളതുണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ. ഹാവ് ദ ഫെയ്ത്ത് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരായിരിക്കാൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ സംഭവിക്കണം. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ 31-ാം അധ്യായത്തിനകത്ത് ദൈവം ചിന്തിച്ചാണ്, ഞാൻ പറയുന്നുണ്ടെ നടക്കും എന്ന് ചിന്തിച്ചില്ല. യേശു പറയുമ്പോഴും ചിന്തിച്ചില്ല. എന്നിട്ട് എന്താ പറയുന്നത്? ഹാവ് ഫെയ്ത്ത് ഓഫ് ഗാഡ്. ദൈവത്തിൽ വിശ്വാസം. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയാൽ വരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഭയം കുറയുന്നു, നിങ്ങളുടെ ഭയം മാറിപ്പോകുന്നു. ഹല്ലേലൂയ. ദൈവം കരുതുന്നതാണ്. ഉള്ളി ബിലീവ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഇന്ന് ഒരു അത്ഭുതങ്ങളുടെ ദിവസമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്ന ദിവസമാണ്. ഒരു അത്ഭുതമല്ല, ഒരുപടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്താണ് പ്രാർത്ഥനയുടെ വിഷയം? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. രോഗമാണ്, ആരുടെയാണ് കൈ പൊങ്ങാത്തത്? ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ആർക്കാണ് കൈ പൊങ്ങാത്തത്? കൈ വെച്ചാട്ടെ. ഞാൻ ഒരിക്കൽ ബോംബെയിൽ ഒരു സ്ഥലത്ത് മീറ്റിംഗ് നടത്തുകയായിരുന്നു.
മറന്നുപോയി. എല്ലാ പെന്തിക്കോസുകാരും കൂടെ ചേർന്ന് നടത്തുന്ന മീറ്റിംഗാണ്. എല്ലാ പെന്തിക്കോസുകാരും, അസംബ്ലീസ് ഓഫ് ഗോഡ്, IPC, ന്യൂ ലൈഫ് എല്ലാവരും കൂടെ ചേർന്ന് മീറ്റിംഗ് നടത്തുകയാണ്. ലൈറ്റ് ഓഫ് ലൈഫ് മാസികയുടെ എഡിറ്ററായിരുന്ന P. അബ്രഹാം ആയിരുന്നു അതിൻ്റെ സംഘാടകൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ആരാണ്ടയുടെ കൈ പൊങ്ങുന്നില്ല, ഫ്രോസൺ ഷോൾഡറാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്, കൈ വെച്ചാട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് സൗഖ്യമാകട്ടെ. 15 മിനിറ്റിനകത്ത് ഫോൺ വന്നു. പറഞ്ഞു, ഒരു മനുഷ്യൻ കള്ളുകൂടിയനാണ്, ഫ്രാൻസിസ് എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പറഞ്ഞു, അദ്ദേഹം വീട്ടിലിരുന്നുകൊണ്ട് ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചാനൽ മാറ്റി, കാരണം എൻ്റെ മീറ്റിംഗ് തുറന്ന മണി 8:30 8:30 ചാനൽ മാറും. അങ്ങനെ അദ്ദേഹം ചാനൽ മാറിക്കൊണ്ട് ഞാൻ വന്നിരിക്കാം. അതാണ് പറഞ്ഞത്, ആർക്കാണ് ഫ്രോസൺ ഷോൾഡർ ഉള്ളത്, നിങ്ങൾ കൈ വെച്ചാട്ടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകാം. അദ്ദേഹത്തിന് കൈ പൊങ്ങത്തില്ല, ആ കൈ വെക്കാൻ. അദ്ദേഹം ഈ കൈ ഇങ്ങോട്ട് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു. പറഞ്ഞു, ഞാൻ സുഖമായി. അടുത്ത ദിവസം അദ്ദേഹം ചർച്ച് വന്നു, സ്നാനപ്പെട്ടു. അദ്ദേഹം ന്യൂ ലൈഫ് ചർച്ചിനകത്തെ മെമ്പറാണ്. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ആരുടെ കൈ പോകാത്തത്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്, ഫ്രോസൺ ഷോൾഡറാണോ, എന്താണ് നിങ്ങളുടെ അസുഖം? ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കൈ പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കൈ പോകട്ടെ, സൗഖ്യമാകട്ടെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആരുടെയാണ് കാലിൻ്റെ ഉപ്പൂറ്റിയല്ല, കാലിൻ്റെ പാദത്തിനകത്ത് വേദന, കാലിൻ്റെ വെള്ളയിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഏതാണ്ട് ഒരു പണ്ടങ്ങാണ്ടൊരു മുറിവുണ്ടായതാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അത് പരിപൂർണമായിട്ട് സൗഖ്യമാകട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ കാലിൻ്റെ ആ മുറിവിനുള്ള ഭാഗത്തുള്ള വേദന മാറിപ്പോയി സൗഖ്യമായി തരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, സൗഖ്യമായി തീരട്ടെ. ആർക്കാണ് മക്കളില്ലാത്തത്? ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വയറിൽ കൈവച്ചാട്ടെ. സഹോദര, വയറിൽ കൈവച്ചാട്ടെ. സഹോദരി, നീ എൻ്റെ വയറിനകത്ത് കൈവച്ചാട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് മക്കളുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, മക്കളുണ്ടാകട്ടെ. ഒരത്ഭുതം നിനക്ക് വേണ്ടി നടക്കട്ടെ. ആരുടെയാണ് പേഴ്സിനകത്ത് രൂപ ഇല്ലാത്തത്? ആരുടെയാണ് വരുമാനം കുറച്ചുള്ളത്? ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതകരമായിട്ടൊരു അത്ഭുതം ഉണ്ടാകട്ടെ. ആ പേഴ്സിനകത്ത് രൂപ ഉണ്ടാകട്ടെ. നിങ്ങളുടെ പാഴ്ചെലവ് മാറിപ്പോകട്ടെ. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കട്ടെ. വേറൊരു ബിസിനസ്സുകൾ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ. ആർക്കാണ് പഠിക്കാൻ ബുദ്ധിയില്ലാത്തത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതകരമായിട്ട് കർത്താവർക്ക് വിടുതൽ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ ദൈവം അത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കാണ് കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ വിഷമിച്ചിരിക്കുന്നത്? ഒരത്ഭുതത്തിന്, ഒരു മഹാത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നീ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ പോവാണ്. നിൻ്റെ പേര് നോട്ടീസ് ബോർഡിനകത്ത് വരാൻ പോവാണ്. യു ആർ അഡ്മിറ്റഡ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരുടെയാണോ അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് പറഞ്ഞത്, അഡ്മിഷൻ അവിടെ നോട്ടീസ് ബോർഡിനകത്ത് പേര് വരട്ടെ. അത്ഭുതം നടക്കട്ടെ. ദൈവകൃപ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അവർക്ക് ചെയ്തു കൊടുത്താൽ അത്ഭുതം ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് നന്മയുണ്ടാകട്ടെ. ആരുടെയാണ് ചർച്ച് വലുതാകാതെ ഇരിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളുടെ ചർച്ചിനകത്ത് 50 സ്നാനം നടക്കട്ടെ. ഈ വർഷത്തിൽ 25 സ്നാനം നടക്കട്ടെ. 50 സ്നാനം നടക്കട്ടെ. സ്നാനത്തിൻ്റെ ഒരു കൂട്ട സ്നാനമായി തീരട്ടെ. നിങ്ങളുടെ ചർച്ച ഒരു മെഗാ ചർച്ചായി തീരട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾ അധ്വാനിക്കണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ അധ്വാന ഫലം അവർ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ സഭയിൽ 25 പേര് സ്നാനപ്പെട്ടെ, 50 പേര് സ്നാനപ്പെട്ടെ, 100 പേര് സ്നാനപ്പെട്ട് മെഗാ ചർച്ചായി തീരട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം അവരെ തേടി വരട്ടെ. ദൈവത്തിൻ്റെ കൃപ അവർക്കുണ്ടാകട്ടെ. ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന അവർക്ക് ഫലിച്ച് ഇത് സംഭവിച്ചു എന്ന് കേൾക്കുവാനിടയായി തീരണം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ മരിച്ചു കിടക്കുന്ന സ്വപ്നങ്ങൾക്ക് ജീവനുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ പ്രാർത്ഥിച്ച് നിർത്തിക്കളഞ്ഞ പ്രാർത്ഥനയ്ക്ക് പോലും മറുപടി ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഒരു കാര്യം കൂടെ ചെയ്യണേ. നിങ്ങൾക്ക് അത്ഭുതം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് എഴുതണം. നിങ്ങൾ അധ്വാനിക്കണം. അത് കഴിഞ്ഞിട്ട് അത്ഭുതം കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് എഴുതണം. നമുക്കൊന്നിച്ച് സന്തോഷിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ആമേൻ.